بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. اللهم زدنا علما. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. സർവശക്തനായ അള്ളാഹു തആല നമ്മളിൽ നിന്ന് ഇതൊരു സാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഖുർആനിലെ ഏറ്റവും ആഴമായ മഹത്തായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അതുപോലെ ഏതൊക്കെ നബിമാർക്ക് വേദഗ്രന്ഥങ്ങൾ ലഭിക്കപ്പെട്ടിട്ടുണ്ടോ ആ വേദഗ്രന്ഥങ്ങളിലുള്ള മുഴുവൻ സന്ദേശങ്ങളും വിശുദ്ധ ഖുർആനിലുണ്ട്. അവസാനത്തെ വേദഗ്രന്ഥമാണ് ഏത്? ഖുർആനിലെ തൗറാത്തിലെ, ഇഞ്ചീലിലെ, സബൂറിലെ, സുഹഫ് ഇബ്രാഹിം, മൂസ എന്നൊക്കെ പറയുന്നില്ലേ? ഇതിലൊക്കെ അടങ്ങിയ മുഴുവൻ സന്ദേശങ്ങളും അള്ളാഹുവിൻ്റെ ഖുർആനിലുണ്ട്. ആ ഖുർആനിലടങ്ങിയ മുഴുവൻ ആയത്തുകളുടെയും ആശയ സംഗ്രഹമാണ് ഏത് സൂറത്ത്? സൂറത്തുൽ ഫാത്തിഹ. അപ്പോൾ ലോകത്തെ ഏതൊക്കെ നബിമാർക്ക് കിട്ടിയ വേദഗ്രന്ഥത്തിന്റെ മുഴുവൻ സന്ദേശങ്ങളും ഈ സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. ഒന്നുകൂടി അപ്പുറത്ത് പറഞ്ഞാൽ അതിന്റെ എല്ലാ സന്ദേശങ്ങളും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിലുമുണ്ട്. അപ്പോൾ ഫാത്തിഹ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ഒരു സൂറത്താണ്. ഒരു സഹാബി നിസ്കാരം കഴിയുന്നത് വരെ അള്ളാഹുവിന്റെ റസൂൽ കാത്തു നിന്നിട്ട് പറഞ്ഞില്ലേ, ഞാൻ നിനക്ക് ഖുർആനിലെ ഏറ്റവും വലിയൊരു മഹത്തായ ഒരു സൂറത്ത് ഞാൻ പഠിപ്പിച്ചു തരാം. അതേതാണ് സൂറത്ത്? സൂറത്തുൽ ഫാത്തിഹ എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. സബ്ഉൽ മസാനി, 7 ആവർത്തിത വചനങ്ങൾ. ഖുർആനിൽ തന്നെ അതിന്റെ ആയത്തുകൾ കാണാം അല്ലേ? അള്ളാഹുവിന്റെ റസൂലിന് ഈ 7 ആവർത്തിത വചനങ്ങളും അള്ളാഹ് അവതരിപ്പിച്ചു കൊടുത്തു. എന്താണ് ആ 7 ആവർത്തിത വചനങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഖുർആനിലെ 7 ആയത്തുകളുള്ള പിന്നെ ഈ സൂറത്തുൽ ഫാത്തിഹയാണ്. അതേപോലെ തന്നെ ഈ ഫാത്തിഹയുടെ പ്രത്യേകത നമ്മൾക്കറിയാം. ഫാത്തിഹ ഓതാത്ത ഒരാൾക്കും എന്തില്ല? നിസ്കാരമില്ല. നിർബന്ധമായും അവൻ നിസ്കാരത്തിൽ ഓതിയിരിക്കണം? ഫാത്തിഹ ഓതിയിരിക്കണം. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുപോലെ പഠിപ്പിച്ച ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതൽ നിർബന്ധമാണ് എന്ന നിലക്കുള്ള ഹദീസുകൾ കാണാം. ഇനി ഈ ഫാത്തിഹക്കാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മന്ത്രം എന്ന പേര് പോലും നൽകിയിട്ടുണ്ട് അല്ലേ? ഒരു നാട്ടിലെ ആളുകൾക്ക് രോഗം വന്നപ്പോൾ സഹാബികൾ ഈ സൂറത്ത് ഓതിയിട്ടായിരുന്നു അവരെന്ത് ചെയ്തത്? മന്ത്രിച്ചത്. അഥവാ ഇസ്ലാം അനുവദിച്ച മന്ത്രാട്ടോ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് എന്തറിയാം സഹാബികളോട്? അത് റുഖിയയാണ്. ഈ സൂറത്ത് എന്താണ്? ഒരു മന്ത്രാണ്. നമ്മൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് ഓതാനുള്ള ഒരു മന്ത്രമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅവ്വദതൈനിയുടെ കൂടെ പഠിപ്പിച്ചൊരു സൂറത്താണ് ഇത് സൂറത്തുൽ ഫാത്തിഹ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതാണോ അങ്ങനെ പഠിപ്പിച്ചത് അത് ഓതിയിട്ട് നമ്മൾക്കും മന്ത്രിക്കാവുന്നതാണ്. ഇതാണ് സൂറത്തുൽ ഫാത്തിഹയ്ക്കുള്ള പല ശ്രേഷ്ഠതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അള്ളാന്റെ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്തായിട്ട് തന്നെ നമ്മൾ ഇതിന്
ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മനസ്സിലാക്കണം. ഇനി ഇതിനുള്ള പേരുണ്ട്, ആർക്കെങ്കിലും അറിയോ സൂറത്തുൽ ഫാത്തിഹയുടെ ഏതെങ്കിലും ഒരു പേര്? ഉമ്മുൽ കിതാബ്. അതിങ്ങനെ നോക്കാതെ പറ. ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ കിതാബ്, ഫാത്തിഹത്തുൽ കിതാബ്, അസാസുൽ ഖുർആൻ, സൂറത്തുൽ ഹംദ്, സൂറത്തുൽ സ്വലാത്ത് എന്നൊക്കെ, സൂറത്തു ദുആ എന്നൊക്കെ ഹദീസുകളിൽ വന്നതും അതുപോലെ പേരുകൾ നൽകപ്പെട്ടതുമായ ധാരാളം പേരുകൾ കാണാം. അതിൽ ഫാത്തിഹത്തുൽ കിതാബ് എന്ന പേരുണ്ട്. ഫതഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പൺ ചെയ്യല്ലേ, തുറക്കുക. പിന്നെ ഹോട്ടലൊക്കെ കാണില്ലേ, മഫ്തൂഹ് എന്നൊക്കെ കാണും, ഇപ്പോൾ തുറക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഫാത്തിഹത്തുൽ കിതാബ്, കിതാബ് തുറന്നാൽ, അള്ളാഹിൻ്റെ ഈ വേദഗ്രന്ഥം തുറന്നാൽ ആദ്യം കാണുന്ന അധ്യായമാണ് ഇത്, സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ടാണ് ഈ സൂറത്തിന് എന്ത് പേര് വന്നത്? സൂറത്തുൽ ഫാത്തിഹ. നമ്മളും മനസ്സിലാക്കണം എന്തുകൊണ്ടായിരിക്കും ആദ്യം ഇറങ്ങിയ ആയത്തുകൾ ഏതാണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, പിന്നെ ഇറങ്ങിയ യാ അയ്യുഹൽ മുസമ്മിൽ അല്ലേ, അവസാനം ഇറങ്ങിയത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന സൂറത്ത് എന്ന ആയത്ത് അവസാനം ഇറങ്ങിയത്. പക്ഷെ ഖുർആൻ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഫാത്തിഹ കാണും, പിന്നെ കാണുന്നത് അൽ ബഖറയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം വെച്ചാണോ? അതുമല്ല. ഇനി ആദ്യം ഫാത്തിഹ വെച്ചു, പിന്നെ ഏറ്റവും വലിയ സൂറത്തായതുകൊണ്ട് അൽ ബഖറ വെച്ചു, അതിനോട് അടുത്തായതുകൊണ്ട് ആലു ഇമ്രാൻ വെച്ചു, അങ്ങനെ ഒപ്പിച്ചതാണോ? ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത്. ഫാത്തിഹയും ആദ്യം വെക്കാൻ, അഥവാ ഫാത്തിഹയോട് ചേരുന്നതാണ് പിന്നെ അൽ ബഖറ. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് ഫാത്തിഹയിൽ നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ സിറാത്തുൽ മുസ്തഖീം അൽ ബഖറയുടെ ആദ്യ പേജിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിങ്ങനെ ചേർന്ന് പോകുകയാണ് ഓരോ സൂറത്തുകളും. ആ ഖുർആനിനെ ഖുർആൻ കൊണ്ട് തന്നെ വിശദീകരിക്കാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ ഖുർആൻ തുറന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾക്ക് കാണുന്ന സൂറത്താണ് ഇത്, സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ട് തന്നെയാണ് ഈ സൂറത്തിന് എന്ത് പേരും വന്നത്? ഫാത്തിഹത്തുൽ കിതാബ് അഥവാ സൂറത്തുൽ ഫാത്തിഹ എന്ന പേര് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമ്മുൽ ഖുർആൻ, ഇതൊരു ഖുർആനിൻ്റെ മൂലഗ്രന്ഥമായി മാറുന്നത്, അഥവാ ഏറ്റവും പ്രധാനമായി മാറുന്നത് ഉമ്മുൽ ഖുർആൻ എന്നും ഉമ്മുൽ കിതാബ് എന്നും എന്തുണ്ട്, ഇതിന് പേരുണ്ട്. അസാസുൽ ഖുർആൻ, അസാസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസിക് അടിത്തറ എന്ന് പറയും. ഖുർആനിൻ്റെ അടിത്തറയാണ് എന്ത്? സൂറത്തുൽ ഫാത്തിഹ. സൂറത്തു ദുആ എന്ന് പറയുന്നു, പ്രാർത്ഥന. സൂറത്തുൽ ഹംദ്, സ്തുതി എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ നേരത്തെ ഹദീസിൽ വന്ന ഇത് റുഖിയയാണ്. റുഖിയ എന്ന് വെച്ചാൽ മന്ത്രമാണ് എന്ന പേരും അറിയപ്പെടുന്നു. ഇങ്ങനെ കുറേ പേരുകളിലായിക്കൊണ്ട് ഈ സൂറത്തിൻ്റെ അറിയുന്നു. അതുപോലെ അൽ കൻസ്, നിധി, നിക്ഷേപം എന്നൊക്കെയുള്ള രീതിയിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ ഈ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് പറഞ്ഞതും വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആൻ അൽ അളീം. അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയാം, പ്രവാചകരെ താങ്കൾക്ക് നാം സബ്അൻ മിനൽ മസാനി, 7 ആവർത്തിത വചനങ്ങൾ നാം താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നു. പിന്നീട് വൽ ഖുർആൻ അൽ അളീം, ഖുർആൻ അൽ അളീമും തന്നു. 7 ആവർത്തിത വചനങ്ങളും തന്നു, ഖുർആനും തന്നു. ഇത് 2 നബിക്ക് കൊടുത്ത് നിയമത്തായിട്ട് പറയുന്നു. ആ 7 ആവർത്തിത വചനങ്ങളാണ് ഇത് സൂറത്തുൽ ഫാത്തിഹ എന്ന് ഹദീസുകൾ, ബുഖാരി അടക്കം ഉദ്ധരിക്കുന്ന ഹദീസുകൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ഇതിൻ്റെ പേരുകളും ഇതിൻ്റെ ശ്രേഷ്ഠതകളും അമാനി മൗലവി തന്നെ കൊടുത്തിട്ടുണ്ട്. തഫ്സീർ ഇബ്നു കസീറിലൊക്കെ അഥവാ അറബി തഫ്സീറുകളിലൊക്കെ പേജുകളോളം ഈ സൂറത്ത് വിശദീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതായിട്ടും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്കത് കാണാൻ പറ്റും. പക്ഷെ ഈ ആശയങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വേണം, നിങ്ങളുടെ മനസ്സിൽ ഈ പേരുകൾ വേണം. നാളെ മുതൽ ഫാത്തിഹ എന്നുള്ള പേര് മാത്രമല്ല നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്, എല്ലാ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒരല്പം അറിവ് നമ്മൾക്ക് കൂടണം. ഓക്കെ അല്ലേ? മനസ്സിലാകുന്നില്ലേ? ഇനി സംശയമുണ്ടോ? ഇനി നമ്മൾ രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, ഇത്ര പ്രാധാന്യമുള്ള ഈ സൂറത്ത്, ഇതിൻ്റെ അർത്ഥം ഏതൊക്കെ രീതിയിലാണ്? ഈ സൂറത്തുൽ ഫാത്തിഹ നമുക്ക് നോക്കിയാൽ അള്ളാഹിൻ്റെ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കാണുക അല്ലേ? സൂറത്തുൽ ഫാത്തിഹ ഔദു അവിടെ കാണലും ഇല്ല,
ആദ്യം മനസ്സിലാക്കുക, സൂറത്തുൽ ഫാത്തിഹ ഇത് മക്കിയായ സൂറത്താണ്. മക്കിയായ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട സൂറത്ത്, അതാണ് മക്കിയായ സൂറത്ത്. ആ മക്ക കാലഘട്ടത്തിന്റെ ആദ്യ സമയങ്ങളിൽ തന്നെയാണ് എന്തിറങ്ങിയത്? സൂറത്തുൽ ഫാത്തിഹ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തത്. അങ്ങനെ ഈ ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ അഊദു, അത് ഫാത്തിഹയിൽപ്പെട്ട ആയത്താണോ? അല്ലല്ലോ, അതിലാർക്കും തർക്കമില്ല അല്ലേ? പിന്നെ എന്തിനാണ് നമ്മൾ അഊദു ഓതുന്നത്? ഖുർആൻ ഓതുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യമായിട്ട് ഖുർആൻ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സാധാരണ ബിസ്മിയാണ് ഓതുക, പക്ഷെ എന്താ ഓതേണ്ടത്? ആദ്യം അഊദു ഓതണം. കാരണം ഫഇദാ ഖറഅത ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അല്ലാഹുവിൻ്റെ ഖുർആനിലെ വചനമാണ്. ഫഇദാ ഖറഅതൽ ഖുർആൻ, നീ അല്ലാഹുവിൻ്റെ ഖുർആൻ ഓതുകയാണെങ്കിൽ ഫസ്തഇദ് ബില്ലാഹ്, അല്ലാഹുവോട് നീ രക്ഷ തേടണം. മിനശ് ശൈത്വാനിർ റജീം, ആട്ടി ഓടിക്കപ്പെട്ട ഷൈത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലേ? പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും, വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ലുറൂൻ എന്നാണ് ഓതുമ്പോൾ വെക്കേണ്ടത്. നീ പ്രാർത്ഥിക്കണം, അല്ലാഹുവോട് എപ്പോഴും പ്രാർത്ഥിക്കണം. പടച്ചവനെ, ശൈത്താന്റെ ഈ ഉപദ്രവത്തിൽ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്, എന്നിലേക്ക് അവൻ ഹാജരാകുന്നതും ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. ഇപ്പം ഏത് സമയത്തും മനുഷ്യനെ പിഴപ്പിക്കാൻ നമ്മുടെ കൂടെ ആരുണ്ടാകും? ശൈത്താൻ ഉണ്ടാകും. അതുകൊണ്ട് വിശിഷ്യ ഖുർആൻ അതിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ആര്? ശൈത്താൻ. അപ്പോൾ ആ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ സമയത്ത് അഊദു ഓതിയിരിക്കണം. ഇതൊക്കെ ദുർവ്യാഖ്യാനിക്കുന്ന ഒരവസ്ഥയിലേക്കും ഇന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. ഖുർആന്റെ ഏറ്റവും വലിയ ശത്രു എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ 2 ചവിട്ടിലും ഹെഡ്ഫോണും അല്ലെങ്കിൽ വലിയ റൂമിൽ എത്രയോ വാട്സപ്പ് ബോക്സൊക്കെ വെച്ചിട്ട് ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ അതിൻ്റെ ഷെറുകൊണ്ട് ഒരു മനുഷ്യൻ ചാടിക്കളിച്ചാലും കണ്ടില്ലേ ശൈത്താൻ ഇളകുന്നതൊക്കെ പറയും. അങ്ങനെയൊന്നും അള്ളാഹിൻ്റെ റസൂലോ ആരെങ്കിലും പ്രാമാണികമായിട്ട് ഒരാളും പറഞ്ഞിട്ടില്ല. കുരിശിനെ കൊണ്ട് ഭ്രാന്തളക്കിപ്പിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്, കേരളക്കരയിൽ പോലും ഉണ്ട് അല്ലേ? കുരിശ് കാണിച്ചിട്ട് ഇങ്ങനെ തുള്ളുന്നത്. അതുകൊണ്ട് കുരിശ് സത്യമാണെന്നുണ്ടോ? ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ ശത്രുവായിട്ട് ശൈത്താനുണ്ട്. ഖുർആൻ കേൾക്കുമ്പോൾ ശൈത്താൻ ഇങ്ങനെ ഇളകും, അല്ലെങ്കിൽ ഇളകുന്ന നമുക്ക് തന്നെ അറിയാം. നമ്മുടെ കൂടെ മലക്കുകളെക്കാളും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ശൈത്താൻ തന്നെ. അത്ര തിന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും ചാടിക്കൊണ്ടായിരിക്കണം. ഈ ഇങ്ങനെയൊക്കെ രോഗികളെ ചികിത്സിക്കുന്ന ചികിത്സകന്മാരുണ്ട്, ഒരു വിവരവും ഇല്ലാത്തത്. അവരാണ് ഏറ്റവും പെട്ടെന്ന് ചാടേണ്ടത്. കാരണം ഇസ്ലാം പഠിപ്പിക്കാത്ത പലതവണ അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതാണ് ശരിക്കും ശൈത്താന്റെ സ്വാധീനം. അങ്ങനെയല്ല പറഞ്ഞത്. ഖുർആൻ ഓതുമ്പോൾ എപ്പോഴും നമ്മൾക്ക് മടിയുണ്ടാക്കുക, അലസത ഉണ്ടാക്കുക. പറഞ്ഞില്ലേ, ഒരു ഖുർആൻ ക്ലാസ് ആയിക്കോട്ടെ, ഒരു ദീനി ക്ലാസ് ആയിക്കോട്ടെ, അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാന്ന് തോന്നും. നമ്മൾക്ക് തന്നെ തോന്നും ഞാൻ കുറച്ച് കൂടുതലാണ്. ഇസ്ലാഹി സെൻ്ററിൽ എപ്പോഴും ക്ലാസ് തന്നെ. ഇവിടെ എപ്പം പാട്ടാണെങ്കിലും ഒരു കുഴപ്പമായിരിക്കും ഉണ്ടാവില്ല അല്ലേ? ഒരു മെസ്സേജും വേണ്ട, പോസ്റ്ററും വേണ്ട, ഒന്നും വേണ്ട. റിയാദിലെ പാട്ടിന് ഇവിടെ മെസ്സേജ് ഉണ്ടാവും, ഇവിടുന്ന് പോയിട്ടുണ്ടാവും വണ്ടി കൊണ്ട്. പിറ്റേന്ന് പത്രത്തിൽ ഇപ്പോൾ നിങ്ങൾ മലയാളം ന്യൂസ് എടുത്ത് നോക്കിയേ, മാധ്യമം എടുത്ത് നോക്കിയേ, തേജസ് എടുത്ത് നോക്കിയേ, ഏറ്റവും കൂടുതൽ പ്രോഗ്രാം എന്തിൻ്റെ നമ്മൾ കാണുന്നത്? ഈ സൗദി അറേബ്യയിൽ പോലും ഹറാമിൻ്റെ പ്രോഗ്രാം. ഇത് പിറ്റേന്ന് പത്രത്തിൽ കാണുമ്പോഴാണ് ഇന്നലെ അവിടെ നടന്നു, നാട്ടിൽ നിന്ന് ഇവർ പാട്ടുകാരൊക്കെ വന്നു നമുക്ക് മനസ്സിലാക്കുക. എന്നാൽ അള്ളാഹിൻ്റെ ഖുർആൻ അത് പരിപൂർണമായി പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്, ഹദീസ് പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമ്മൾക്ക് അതിനുള്ള അനുവാദമുണ്ട്. പക്ഷെ ഇത്തരം സദസ്സുകളിലേക്ക് ആർക്കും താല്പര്യമില്ല. അതുതന്നെയാണ് ആരുടെ സ്വാധീനം എന്ന് പറഞ്ഞത്? പിശാചിൻ്റെ സ്വാധീനം അല്ലേ? ഒരു ഖുർആൻ ക്ലാസ് പറഞ്ഞാൽ നമുക്ക് പനിക്കാൻ പാടില്ല, നമ്മുടെ മക്കൾക്ക് പനിക്കാൻ പാടില്ല, കാലിൻ്റെ നഖത്തുമ്പിൽ ചെറിയൊരു വേദന പാടില്ല, എല്ലാം ഓക്കെയാണെങ്കിൽ എന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ ആ ഖുർആൻ ക്ലാസ്സിന് പോവുക. മറ്റേതാണെങ്കിലോ അത് പനിയോ ജലദോഷമാണെങ്കിൽ തൊപ്പിയൊക്കെ ചെവിട് മൂടിയിട്ട് പോയിട്ട് പാട്ട് വെക്കും നമ്മൾ. ഇതാ മനുഷ്യൻ്റെ സ്വഭാവം. അതുകൊണ്ട് ആദ്യം നമ്മൾ ഇത്തരം ഷർറിന്ന് ശൈത്താനോട് എന്ത് ചെയ്യണം? രക്ഷ തേടണം. പിന്നെ അള്ളാഹിൻ്റെ ഖുർആനിൽ തന്നെ ശൈത്താൻ പറഞ്ഞു. എന്തുകൊണ്ടായി ഫസ്തഈദ് ബില്ലാഹ് എന്ന് പറയാൻ കാരണം? അള്ളാഹുവിനോട് ശൈത്താൻ പറഞ്ഞു, പടച്ചോനെ, ഞാൻ അവരുടെ എല്ലാ ഭാഗങ്ങളിലൂടെയും വരും അല്ലേ? മിൻ ബൈനി ഐദീഹിം, മുന്നിലൂടെ, പിന്നിലൂടെ, വലത്തിലൂടെ, ഇടത്തിലൂടെ, എല്ലാ ഭാഗങ്ങളിലൂടെയും നാം അവരെ പിഴപ്പിക്കാൻ വേണ്ടി വഴിയോരത്തിങ്ങനെ കാത്തു നിൽക്കും. വല തജിദന്ന അക്സറഹും ഷാക്കിരീൻ, ഭൂരിഭാഗം ആളുകളെയും നിനക്ക് നന്ദിയുള്ളതായിട്ട് നിനക്ക് കാണാൻ പറ്റൂല. ഇപ്പൊ ലോകത്തെ ഏറ്റവും ഭൂരിഭാഗവും പഠിച്ചവരും നന്ദി കാണിക്കുന്നവരോ നന്ദികേട് കാണിക്കുന്നവർ. ഇത് ശൈത്താൻ അള്ളാഹിനോട് പറഞ്ഞ, ഞാൻ എല്ലാ ഭാഗത്തുകൂടെയും പോലെ പിന്തിരിപ്പിക്കാൻ വരും, ഭൂരിഭാഗത്തെയും നന്ദികേട് കാണിക്കുന്നവരായിട്ടാണ് നിനക്ക് കാണുക. നന്ദി കാണിക്കും,
കുറച്ചാളുകൾ, അവരെ പറ്റി അള്ളാഹ് എന്താ പറഞ്ഞത്? നിങ്ങൾ കുറച്ചേ നന്ദി കാണിക്കുന്നുള്ളൂ. നന്ദി കാണിക്കാത്തവരാ ഭൂരിഭാഗം. ഇനി കാണിക്കുന്നവരോ വളരെ കുറച്ചേ നന്ദി കാണിക്കുന്നുള്ളൂ, അല്ലേ? ഇതാണ് നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് നമ്മളതിന് സാക്ഷിയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു, മരുഭൂമിയിൽ ഒരു വര വരച്ചിട്ട്, അല്ലേ, മരുഭൂമിയിൽ മണലിൽ ഇങ്ങനെ നേരെ ഒരു വര വരച്ചു, ആ വരക്ക് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറേ വര വരച്ചു. എന്നിട്ട് പറഞ്ഞു, നേരെ വര കാണിച്ചിട്ട് ആയത്ത് ഓതിയിട്ട് വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഈ നേരായ വഴിയാണ് എൻ്റെ വഴി. അഥവാ നേർ റൂട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറേ വഴികൾ കാണാം. വല തത്തബിഉമുസ്സുബുൽ, വല തത്തബിഉമുസ്സുബുൽ, നിങ്ങൾ എന്ത് ചെയ്യരുത്? അപ്പുറത്തും ഇപ്പുറത്ത് കാണുന്ന സുബുലുകളെ പിൻപറ്റാൻ പാടില്ല, കുറേ വഴികളെ പിൻപറ്റാൻ പാടില്ല. അവിടെയൊക്കെ നിങ്ങളെ തെറ്റിക്കാൻ ആരുണ്ടാവും? ശൈത്താനുണ്ടാവും. നമ്മളൊക്കെ ചിലപ്പോൾ സംശയിക്കുന്നില്ലേ, എന്താ പിന്നെ അത് നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ട് അത് തുറന്നു പറയുന്നത് കേട്ടോ. പിന്നെ ഈ അടുത്ത് ഒരാൾ ചോദിച്ചിരുന്നു എന്നോട്, ഉസ്താദ് നിങ്ങളേതാ ഗ്രൂപ്പ്? ഒരാൾ ചോദിച്ചതാ. ഇപ്പോൾ അതിനൊക്കെ കോമഡികൾ. നീ ആദ്യം മുസ്ലിമാണോ എന്ന് ചോദിക്കും, അല്ലേ? വാട്സപ്പിൽ ഒരു പാകിസ്ഥാനി വിട്ടൊരു കാര്യം ഒരു സുഹൃത്ത് കാണിച്ചു തന്നിരുന്നു. ആദ്യം ചോദിക്കുന്നത് നീ മുസ്ലിമാണോ? അതെ മുസ്ലിമാണ്. മാഷാ അല്ലാ ഞാനും മുസ്ലിമാ, അല്ലേ? മരിക്കാൻ പോകുന്നിടത്തിനോടെല്ലാം ഞാൻ ചോദിക്കുന്നത്, ഇജ് സുന്നിയാണോ ഷിയാണോ? ഞാൻ സുന്നിയാണ്. മാഷാ അല്ലാ ഞാനും സുന്നിയാണ്. ഇജി ഏത് ഷാഫി മദ്ഹബാണോ ഹനഫി മദ്ഹബാണോ? ഞാൻ ഇന്ന മദ്ഹബാണ്. മേബിയോ മദ്ഹബ്, ഞാനും ആ മദ്ഹബാണ്. നീ അതിൽപ്പെട്ട ഇന്ന ഗ്രൂപ്പ് അതിലാണോ? ഇന്ന ത്വരീക്കത്തിൽപ്പെട്ടാണ്. ഞാൻ ഇന്ന ത്വരീക്കത്ത, ഞാനും ആ ത്വരീക്കത്ത. ഒക്കെ ഒത്ത് ലാസ്റ്റ് ചോദിക്കുന്നത് നീ ഇന്ന പള്ളിക്കാരിൽപ്പെട്ടാണോ അല്ല ഇന്നേ പള്ളിക്കാരിൽപ്പെട്ടാണോ? ഞാൻ ഇന്നേ പള്ളിക്കാരിൽപ്പെട്ടതോ. മാഷ പിന്നെ നൗദുബിൽ ഇന്നത്തെ കാഫിർ എന്ന് പറഞ്ഞിട്ട് അവർ വലിച്ചിടുന്ന കാണുന്നുണ്ട്. അഥവാ ഒരു വരി തെറ്റിപ്പോയപ്പോൾ കാഫിറായി. ഇതേപോലെ ആളുകൾ, കക്ഷി വഴക്കുകൾ കുറേയുണ്ട്. പക്ഷെ ഇതൊക്കെ പല നിലക്കും മോശമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തുമ്പോഴും ഇസ്ലാമിൻ്റെ തനതായ ആദർശം പറഞ്ഞൂടെ? ഇങ്ങനെയൊക്കെ ലോകത്ത് പലരും ചെയ്യുന്നുണ്ട് എന്നുള്ള നിലക്ക് നമുക്ക് ആളുകൾ തൗഹീദ് പറഞ്ഞൂടെ? ചിലർക്ക് ചോദിക്കും, നിങ്ങളെന്താ എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ആദ്യം ഒരു നാട്ടിൽ പോയി പറയണ തൗഹീദാ, അള്ളാഹിനെ മാത്രം ആരാധിക്കണം, അതേപോലെ തന്നെ ഈ നാട്ടിൽ അന്ധവിശ്വാസങ്ങൾ എതിർക്കുന്നു. അങ്ങനൊരു നിങ്ങളെന്തിനാ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുന്നത്? അവർ നിങ്ങളെപ്പറ്റി എന്തെങ്കിലും തെറി പറയുമ്പം നിങ്ങളെന്തിനാ ആ നാട്ടിൽ പോയിട്ട് പ്രസംഗിച്ചിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്? അത് പ്രശ്നം ഉണ്ടാക്കാനല്ല. ഷെയ്ത്താൻ എല്ലാ ഭാഗത്തു കൂടെയും ഒരാളെ തെറ്റിക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും ഒരു നാട്ടിൽ പോയി ചെയ്യാൻ പറ്റുന്ന ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ നാട്ടുകാരോട് ഇത് ഇന്ന ആദർശമാണ് സത്യം, ഇന്ന ആദർശം തെറ്റാണ്, ആ തെറ്റിലാണ് അവർ ജീവിക്കുന്നതെങ്കിൽ അവരവസാനം പോകുന്നത് എങ്ങോട്ടേക്കാ? നരകത്തിലേക്ക്. ഇത് ബോധ്യപ്പെടുത്തുന്നത് നമ്മുടെ ബാധ്യതയാണ്. ആ ബോധ്യപ്പെടുത്തുമ്പോൾ സ്നേഹം ഉണ്ടായിരിക്കണം, സതുപദേശമായിരിക്കണം. പിന്നെ അപ്പുറത്തുള്ള എതിരാളിയെ അമ്മാനിയുടെ തഫ്സീറിൽ തന്നെ കാണാം, ഒരു സംവാദങ്ങൾ നടക്കുമ്പോൾ പോലും രണ്ട് ആദർശങ്ങൾ തമ്മിൽ ഡിബേറ്റിൽ നടക്കുന്ന സന്ദർഭത്തിൽ പോലും മറ്റുള്ളവനെ തോൽപ്പിക്കണം എന്നല്ല, ഇന്നതാണ് സത്യം എന്ന് ബോധ്യപ്പെടുത്താനാണ്. നമ്മുടെ കയ്യിലാണ് സത്യമുള്ളത്, അപ്പുറത്തെ ചങ്ങാതിൻ്റെ അടുക്കൽ ഒരു സത്യവും ഇല്ല എങ്കിൽ പോലും അവനെ ഇകഴ്ത്താനുള്ള ഒരു വേദിയായിട്ടല്ല നമ്മളതിനെ കാണേണ്ടത്. മറിച്ച് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ആളുകൾക്ക് ഉപകാരപ്പെടാനുള്ള ഒരു വേദിയായിട്ടാണ് എന്തിനെ കാണേണ്ടത്? സംവാദങ്ങളെയും പ്രസംഗങ്ങളെയും എഴുത്തുകളെയും എല്ലാത്തിലും ഒരു സതുപദേശം ഉണ്ടാകണം. എന്നാൽ ആ ഉപദേശം തന്നെ ചിലപ്പോൾ സ്വീകരിക്കുമ്പോൾ അവർക്ക് പ്രയാസം ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത്, ഷെയ്ത്താൻ ഒരാളെ തെറ്റിക്കുന്ന റൂട്ടുകളാണ്. വിശ്വാസത്തിലാണ് ആദ്യം തെറ്റിക്കുക, കർമ്മത്തിലാണ് പിന്നെ തെറ്റിക്കുക, ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമാണ് തെറ്റിക്കുക. അങ്ങനെ പല രീതിയിലും വരും. അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഓതേണ്ടത് എന്താണ്? അൽ ഇസ്തിആദത്ത്. ഇസ്തിആദ രക്ഷ തേടുക. എന്തിനാണ് രക്ഷ തേടൽ? ഷെയ്ത്താനിൽ നിന്ന് രക്ഷ തേടൽ. അതുകൊണ്ട് നമ്മൾ ഒന്ന് രണ്ടായത്തുകൾ ഒന്ന് ഓതുക, അല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. ഒന്നുകൂടെ ആയത്ത് ശ്രദ്ധിച്ചു. أعوذ بالله من الشيطان الرجيم.
അവിടെ ആഴു ഒന്ന് ആ, പിന്നെയോ ഔദു എന്നല്ലേ ഓതൽ സാധാരണ നാട്ടുകാർ? ഔദു അല്ലേ? ഔദു നോക്കിക്കേ, കണ്ട ഔസു എന്ന് കേട്ടിട്ടുണ്ട്. ഔദു റമദാൻ 10 ഓതിയ കുറച്ച് ആൾക്കാരുണ്ട്, അവർ അങ്ങനെ തന്നെ ഓതുണ്ടോ? നിങ്ങൾക്ക് പഠിച്ച ആളുകളാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. റ അല്ല റ ആണ് അല്ലേ? ഇനി അടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനി അല്ല റഹ് റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ അൽഹാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക എങ്ങനെ ഓതേണ്ടത്? ഐന് ഹാ ഹാ, ഇത് മൂന്നും ഒന്ന് സദസ്സ് ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് ഉപകാരമായിരിക്കും. അള്ളാഹ് ഖുർആൻ ജിബ്രീൽ എങ്ങനെയാണോ കൊടുത്തയച്ചത്, നബിക്ക് എങ്ങനെയാണോ എത്തിച്ചത്, അതുപോലെ ഓതിയാലേ നമുക്ക് അതിൻ്റെ കൂലി കിട്ടും അല്ലേ? ജിബ്രീൽ ഇറക്കാത്തൊരു ഖുർആൻ നമ്മൾ എന്ത് ചെയ്യരുത്? ഓതരുത്. ഇതിലാദ്യം അഊദു അതിൻ്റെ ആശയത്തെക്കുറിച്ചാണ്, അഥവാ അതിൻ്റെ അർത്ഥത്തെക്കുറിച്ചല്ല. ആ അഊദു എന്തിനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ശൈത്താൻ്റെ എപ്പോൾ ഉപദ്രവത്തിൽ നമ്മൾ എന്താണ് ഓതേണ്ടത്, പറയേണ്ടത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിരിക്കണം ഖുർആൻ ഓതുമ്പോൾ വിശിഷ്യ. പിന്നെ ദുസ്വപ്നം കണ്ടാൻ വേണ്ടി പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. രണ്ടാളുകൾ തമ്മിൽ വഴക്കൂടിയപ്പോൾ അല്ലാഹു റസൂൽ എന്താ പറഞ്ഞത്? എനിക്കൊരു വാചകം അറിയാം, അതവർ പറഞ്ഞിരുന്നുവെങ്കിൽ ആ ദേഷ്യം പോകുമായിരുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പക്ഷെ നമ്മൾ ദേഷ്യം പിടിക്കുമ്പോൾ തന്നെ പോടാ ശൈത്താനെന്നറിയാം അല്ലേ? അത് അതിൻ്റെ ചെറുന്ന് രക്ഷ തേടുമ്പോൾ പറയാൻ വേണ്ടി പറഞ്ഞതാ. പക്ഷെ നമ്മൾ അങ്ങനെ പറയുക. പിന്നെ ഇതേപോലെ തന്നെ പിന്നെ അതിൻ്റെ കൂടെ എന്ന് പറയാനുള്ളത്, ഈ കോട്ടുവ ഇടുമ്പോഴും ആളുകൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്നത് കാണാം. അങ്ങനെ ഹദീസിലൊന്നും വന്നിട്ടില്ല കേട്ടോ. കോട്ടുവ ഇടുമ്പോൾ പഠിപ്പിച്ച മര്യാദ, തുമ്മുമ്പോൾ അൽഹംദുലില്ലാ പറയണം, കേൾക്കുന്നവൻ ഇർഹമുക്കല്ലാ പറയണം, യഹ്ദീകുമുല്ലാഹു യുസ്ലിഹ് ബാലക്കും എന്ന് പറയണം. എന്നാൽ ഒരാൾ കോട്ടുവ ഇടുമ്പോൾ എന്താ പഠിപ്പിച്ച മര്യാദ? അത് തസാബുബ് മിനശ് ശൈത്താൻ, ശൈത്താനിൽ നിന്നാണ്. ആർക്കെങ്കിലും എതിരാണെങ്കിൽ കഴിയുന്നത്ര പൊത്തിപ്പിടിച്ചോട്ടെ, കഴിയുന്നത്ര പുറത്തേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ചില ആളുകളൊക്കെ മുൻഗാമികൾ അത് ശൈത്താനിൽ നിന്നാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശൈത്താൻ്റെ നിന്ന് രക്ഷ തേടിയതാണ് എന്നതാണ്. എന്നാൽ അത് റസൂലുള്ള പഠിപ്പിച്ചതും ഒന്നല്ല. ആ നിലക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? അത് സാന്ദർഭികമായിട്ട് മനസ്സിലാക്കണം. ഇത് നബി പഠിപ്പിച്ചൊരു സുന്നത്താണ് എന്ന നിലക്കല്ല അത് പറഞ്ഞത്. ആളുകൾ അത് ശൈത്താനിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെയോ എന്ത് ചെയ്തതാണ്, പറഞ്ഞതാണ് എന്ന് സാന്ദർഭികമായിട്ട് മനസ്സിലാക്കണം. അത് രണ്ടും ഒരു എൽമിയായ വിഷയമായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിച്ചതാണ്. അത് ഡൗട്ടൊന്നുമില്ലല്ലോ. ഞാൻ ഔദുവിൻ്റെ അർത്ഥത്തിലേക്ക് കിടക്കുകയാണ്. അഊദു എന്താ? അഊദു ആർക്കെങ്കിലും അറിയോ? ഞാൻ രക്ഷ തേടുന്നു. അത് പരിഭാഷയിൽ ഉണ്ടോ? ഉണ്ട്. ഒരു അതിൻ്റെ ഒറ്റ വാക്കുകൾ ഉണ്ടാവില്ല അല്ലേ? അഊദു ഞാൻ രക്ഷ തേടുന്നു. ഇനി മറന്നു പോകരുത്, ഓരോരായത്തും പഠിച്ചപ്പോൾ തന്നെ അഊദു ബില്ലാഹ് അള്ളാഹുവെ കൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു. മിനശ് ശൈത്വാനി പിശാചിൽ നിന്ന്, മിനശ് ശൈത്വാൻ പിശാചിൽ നിന്ന്. ഇപ്പം മിൻ എന്നുള്ള പദം ഇൽ നിന്ന് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം. മിനൽ മസ്ജിദി പള്ളിയിൽ നിന്ന്, മിനൽ ബൈത്തി വീട്ടിൽ നിന്ന്, മിനശ് ശൈത്വാനി പിശാചിൽ നിന്ന്, മിനശ് ശൈത്വാനി പിശാചിൽ നിന്ന്, അർവജീം ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു. അഊദു ബില്ലാഹ് അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു. മിനശ് ശൈത്വാനി പിശാചിൽ നിന്ന്, അർറജീം ആട്ടിയോടിക്കപ്പെട്ട
ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹിനോട് ഞാൻ രക്ഷ തേടുന്നു. കൂട്ടി വായിക്കുമ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ. ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹിനോട് ഞാൻ രക്ഷ തേടുന്നു. ഇനി അഊദ് ഓതുമ്പോൾ ഈ അർത്ഥം മറന്നു പോകരുത് കേട്ടോ. കാരണം അഊദ് നിസ്കാരത്തിൽ ഓതുമ്പോഴും കണക്ക് പല കണക്കും കൂട്ടി വെക്കുന്നതായിരിക്കും. ഷട്ടർ താഴ്ത്തുമ്പോൾ മുതലുള്ള കണക്ക് അതിനുണ്ടാകരുത്. ഈ അർത്ഥം അറിയാത്തതുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശൈത്താൻ്റെ ശർറിന്ന് രക്ഷ തേടണം. നിസ്കാരത്തിലായിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മളെ തെറ്റിക്കും സുഹൃത്തുക്കൾ. നമ്മൾ രാവിലെ മുസ്ലിം ആണെങ്കിൽ വൈകുന്നേരം നമ്മളെ കാഫിറാക്കുവാര് ഷെയ്ത്താൻ. വൈകുന്നേരം മുസ്ലിമാണെങ്കിൽ പിറ്റേ നേരം വിളിക്കുമ്പോൾ കാഫിറാക്കും ഷെയ്ത്താൻ. അതുകൊണ്ട് അള്ളാഹിനോട് നമ്മൾ എന്ത് ചെയ്യുക? രക്ഷ തേടുക. ഏത് സമയത്തും പിശാചിൻ്റെ ഉപദ്രവങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഖുർആനും ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് ആരെയാണ് പരിചയപ്പെടുത്തിയത്? പിശാചിനെയാണ് പരിചയപ്പെടുത്തിയത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, നിങ്ങൾക്ക് പ്രകടമായ ശത്രുവാണ് അവൻ. ശത്രു എന്ന മാത്രമല്ല, സൂറത്ത് ഇബ്രാഹിമിൽ കാണാം, നരകക്കാർ നരകത്തിൽ, സ്വർഗ്ഗക്കാർ സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നരകത്തിൻ്റെ മുകളിൽ ഒരു മിമ്പർമ കയറിയിട്ട് ഒരു ഖുത്ബ നടത്താൻ ശൈത്താൻ എല്ലാവരെയും വിളിച്ചിട്ട്, എന്നിട്ട് നരകക്കാരോട് പറയുക, നിങ്ങൾ ഇന്ന് എന്നെ ഒന്നും പറയണ്ട, നിങ്ങൾ എന്നെ ആക്ഷേപിക്കുകയും വേണ്ട, ഞാൻ വിളിച്ചു നിങ്ങൾ വന്നു, നിങ്ങളോട് ആരാ പറഞ്ഞത് എൻ്റെ കൂടെ വരാൻ? ശൈത്താൻ്റെ പണി വെച്ചാൽ നമ്മളെ തെറ്റിച്ചിട്ട് മുങ്ങിക്കളയലാണ്. എന്നിട്ട് പറയും നിങ്ങളെ തന്നെ ആക്ഷേപിച്ചു, ഇന്ന് എനിക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയൂല, നിങ്ങൾക്ക് എന്നെ രക്ഷപ്പെടുത്താനും കഴിയൂല. അതുകൊണ്ട് ഫല തലൂമൂനി ഫലൂമു അംഫുസക്കും, നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ട, നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി. ഞാൻ പറയുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇത് ശൈത്താൻ പറയും. ഇന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം, ആ ശൈത്താൻ മിനൽ ജിന്നത്തി വന്നാസ്, അല്ലേ? ജിന്നുകളിലുമുണ്ട് മനുഷ്യന്മാരിലുമുണ്ട്. ശൈത്താൻ മനുഷ്യന്മാരിലുമുണ്ട് ജിന്നിലുമുണ്ട്. ഖുർആൻ ക്ലാസ്സിന് വരുമ്പോൾ നമ്മൾ പോരാൻ നോക്കുമ്പോൾ നമുക്കൊന്നും കൂടെ പോയിട്ട് പോരാ, ഞാൻ നിന്നോട് എത്തിച്ചു തരും എന്ന് പറഞ്ഞിട്ട് ടൈം ആകുമ്പോൾ ഒരു ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ അപ്പം തന്നെ മനസ്സിലായി കൂടെ ഉള്ളതാരാ? ശൈത്താൻ. അത് മനുഷ്യക്കോലത്തിലുള്ള ശൈത്താനാണ്. ജിന്നു കോലത്തിലും ഉണ്ടാവും. നമ്മൾക്ക് ഓരെ കാണാൻ പറ്റൂല, അവർക്ക് നമ്മളെ കാണാൻ പറ്റും, അല്ലേ? അതേപോലെ തന്നെ പ്രാർത്ഥനകൾ ചെല്ലാതെ കിടന്നുറങ്ങുമ്പോൾ കൂടെ ശൈത്താൻ കിടന്നുറങ്ങും, മലക്കുകൾ സമീപത്തുണ്ടാകൂല. പ്രാർത്ഥന ചെല്ലാതെ എഴുന്നേൽക്കുകയാണെങ്കിലും കൂടെ ശൈത്താൻ ഉണ്ടാകും, പിറ്റേന്ന് രാത്രി വരെ മലക്കുകൾ ഉണ്ടാകൂല. ഇതേപോലെ തന്നെ കുറേ വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ശൈത്താൻ മനുഷ്യരുമായിട്ട് സമീപിക്കുന്ന നമ്മളെ തെറ്റിക്കാൻ. അഥവാ ഏതൊക്കെ തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ ആ തെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളെ കൊണ്ട് ആരാ ചെയ്യിപ്പിക്കുന്നത്? പിശാചാണ് തെറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഒന്ന്, അത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് രക്ഷ തേടേണ്ടത്. രണ്ട്, ഞാൻ പറഞ്ഞതിനെ കാണാൻ കഴിയൂല. കാണുന്നതാണെങ്കിൽ കല്ലെടുത്തെറിയായിരുന്നു. ഒരു കുറുക്കനോ നായോ ബേക്കോടിയാ കല്ലെടുത്തെറിയുക, അതിനെ തല്ല, ചീത്ത പറയുക. ഇതിനെ കാണാൻ പറ്റൂല, പിന്നെന്താ രക്ഷ? അള്ളാഹിനോട് പറയുക ചെയ്യുക. അതിന് കാണുന്ന പിന്നെയൊക്കെ വെടിവെച്ച് കൊല്ലുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കോമരം തുള്ളുക. പിന്നെ ഒരു ചങ്ങാതിനെ ഇപ്പം ഇവിടുത്തെ പിടിച്ചുകൊണ്ടില്ലേ, ശൈത്താനെ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയുള്ളത്. പിന്നെ കൊമ്പ് വെക്കുന്ന ചികിത്സക്കുള്ള ഉപകരണങ്ങളുണ്ട്, കുറേ മെഡിസിൻ, കുറേ ഗുളികകളുണ്ട്. എന്തിൻ്റെ ഗുളികയാണ് ചികിത്സിക്കുന്ന എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അതേപോലെ തന്നെ പിന്നെ ഗ്ലൗസുകളുണ്ട്, പൈപ്പുകളുണ്ട്, പിന്നെ പലതും ഉണ്ട്. എന്നിട്ട് മനുഷ്യനോട് കണ്ണടക്കാൻ പറയും. അരമണിക്കൂർ കണ്ണടച്ചിട്ട് ഇങ്ങനെ വേറൊരാളും വന്നിട്ട് ഇങ്ങനെ ിലിങ്ങനെ ഖുർആനോ ദേഷ്യം പിടിക്കൂലേ, അല്ലെ? തല ഇളക്കൂലേ? തല ഇളക്കിയാലോ വാലിളക്കിയാലോ അല്ലെങ്കിൽ കാലിളക്കിയാലോ പറയുന്നത് ആ ശൈത്താൻ ശരീരത്തിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ രീതിക്ക്. ഇതൊക്കെ ആർക്കും, അള്ളാഹുവിൻ്റെ റസൂലിനല്ലാതെ ഒരാൾക്ക് ഇന്ന രോഗം അത് ശൈത്താൻ കൊണ്ടാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ ലോകത്തൊരു മഖ്ലൂക്കിനും കഴിയൂല. ആർക്കല്ലാതെ? മുഹമ്മദ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ. പിന്നെ നമ്മളോട് പറഞ്ഞത് എന്താ? അള്ളാഹിനോട് രക്ഷ തേടുക. ഏത് സമയത്തും നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹിനോട് രക്ഷ തേടുക. എങ്കിൽ ആ പിശാചിൻ്റെ ഉപദ്രവം ഉണ്ടാകൂല. പിന്നെ മനുഷ്യന്മാർക്കൊരു ധാരണ, ഇപ്പം ഈ ശൈത്താൻ്റെ ഷർറൊക്കെ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ മുമ്പ് ചാത്തനേറ്, പോത്തനേറ്, അല്ലെങ്കിൽ പിന്നെ രാത്രി കാലങ്ങൾ എന്തൊക്കെയോ പറയുന്നത് കേട്ടിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തും രാത്രി കുട്ടികളൊക്കെ ഒളിച്ചിരുന്നിട്ട് ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ കല്ലിടും. അപ്പോൾ അതിനെന്തോ ഒടിയൻ എന്നൊക്കെ പറയും, പലതും പറയായിരുന്നു. പണ്ടൊരു മക്ബറയുള്ള പള്ളിയുടെ മുമ്പ് കൂടെ ഒരാൾക്കും പോകാൻ പറ്റൂലായിരുന്നു, പേടിയായിരുന്നു. അങ്ങനത്തെ കുറേ കഥകൾ പണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇസ്ലാഹി പ്രസ്ഥാനം നാട്ടിൽ ചെന്നിട്ട് അതൊക്കെ നിർത്തലാക്കി തവക്കുലുണ്ട് പഠിപ്പിച്ചു. ലോകത്ത് പടച്ചോ നിനക്കൊരു കാര്യം അള്ള തരണ്ടെന്ന് വിചാരിച്ചാൽ ലോകത്ത് ഒരാൾക്കും തരാൻ കഴിയും. അതുപോലെ നീ മനസ്സിലാക്കിക്കോ, നിന്നെ ഉപദ്രവിക്കണ്ട എന്ന് അള്ള തീരുമാനിച്ചാൽ, നിനക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കണ്ട എന്ന് അള്ള തീരുമാനിച്ചാൽ, ലോകത്തൊരു
മഖ്ലൂക്കിനൊന്നും ഉപദ്രവിക്കാൻ പറ്റൂല എന്നതും നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു. നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. അതിൻ്റെ ശേഷം ലോകത്ത് ഒരു മനുഷ്യനിക്കും ഒരാളെയും പേടിയില്ല. നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത്? അള്ളാനെ. നമ്മൾ അള്ളാനെ പേടിക്കാൻ വേണ്ടി. ആ അള്ളാനെ ശൈത്താനെ അമിതമായിട്ട് ശൈത്താനെ എങ്ങനെ പേടിക്കാൻ പാടുണ്ടോ? ശൈത്താനെ നമ്മൾ പരാജയപ്പെടുത്താൻ വേണ്ടത്. നേരെ മറിച്ച് ശൈത്താൻ ഇങ്ങനെ ആ ഒരു പേടിക്കുന്നൊരവസ്ഥയിലായിരുന്നു മുമ്പ്. പക്ഷെ നമ്മൾ മാറ്റി. പിന്നെ ഈ ശൈത്താൻ മലയാളത്തിലേക്ക് വരുമ്പോൾ ചൈത്താനായി, ചാത്തനായി, അത് കുട്ടി ശൈത്താൻ, കുട്ടിച്ചാത്തനായി, ബാലരമയും ബാലഭൂമിയും അതുപോലത്തുള്ള മാസികളൊക്കെ കുട്ടികളെ മനസ്സ് ശൈത്താൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രൂപോ അല്ലേ, അത് പിന്നെ സിനിമകളിൽ പ്രത്യേക വേഷോ അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അത് പ്രത്യേക സൗണ്ട് ഉണ്ടാക്കുക, അത് വരുമ്പോൾ കുറേ വലിയ കാറ്റടിക്കുക, ഒരു മാങ്ങ വെറുക്കാൻ കൂടി പോകാൻ പേടിയായിരുന്നു ആൾക്കാർക്ക് അല്ലേ. ഈ മോഡലിലേക്ക് സമൂഹത്തെ ആക്കി തീർത്തു. അവിടെ നിന്നൊക്കെ മാറിയിട്ട് ഈ ശൈത്താൻ ജനങ്ങളെ, ശൈത്താൻ എന്ന് പറയുന്ന സാധനം ഇന്ന് ചില ആളുകളെ വിചാരം ഇത് മനുഷ്യന്മാർക്ക് ഭ്രാന്തുണ്ടാക്കാനായിട്ട് നടക്കുന്നൊരു സാധനമാണ് അല്ലേ. ശൈത്താൻ ഭ്രാന്തുണ്ടാക്കിയ ശൈത്താൻ തോൽക്കുക ശരിക്കും ചെയ്യാം. കാരണം ഒരു മനുഷ്യന് ഭ്രാന്തുണ്ടായിക്കഴിഞ്ഞാൽ നിസ്കരിക്കണ്ട, നോമ്പെടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. ആർക്ക് അള്ള കുറ്റം കൊടുക്കൂ? സ്വബോധത്തിലുള്ള ഒരു മനുഷ്യൻ തെറ്റുകയുമാണ് അവർക്ക് എന്ത് കൊടുക്കുക? കുറ്റം കൊടുക്കുക. ഭ്രാന്തിലത്ത് നിസ്കരിക്കണോ? അവനിക്കൊന്നും ബാധകമല്ല. പക്ഷെ ഇന്ന് ചില ആളുകൾ ധാരണ ശൈത്താൻ അള്ള പഠിച്ചത് മനുഷ്യന്മാർക്കൊക്കെ അസുഖം ഉണ്ടാക്കാനാണ്. എല്ലാവർക്കും ശൈത്താൻ ഇങ്ങനെ നോക്കിയിട്ട് ശൈത്താൻ കേട്ടോ ഒരു പറഞ്ഞുകൂടല്ലേ. ഒരു മനുഷ്യനൊരു വീട്ടിൽ കയറി ചെന്നിട്ട് പറയാ നിന്റെ ഉമ്മാക്ക് ശൈത്താൻ ബാധയുണ്ട്, നിനക്കും ഉണ്ട്, നിന്റെ പെങ്ങൾക്കും ഉണ്ട്. അത് കേൾക്കുമ്പോൾ ഓരോ തല്ലിയ ഭർത്താവുണ്ട്, അപ്പോഴും പറയും ഭർത്താവിനുണ്ടെന്നറിയും. ഈ നിലക്കാണ് ആളുകൾ. എന്നിട്ടോ എല്ലാവരും മുഖത്ത് വെള്ളം കൂടിയാൻ. ആര് പറഞ്ഞു മുഖത്ത് വെള്ളം കൂടിയാൻ? കണ്ടതിനൊക്കെ ഷെയ്ത്താൻ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ തൊണ്ടേ കുടുങ്ങിപ്പോയ ഷെയ്ത്താൻ വേറെ അല്ലേ. അനീഫ് കാക്കൂടി പറഞ്ഞിരുന്നു ഈ നാട്ടിലൊക്കെ പുഴമീൻ പിടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ എത്തിയത് മുറിക്കുമ്പോൾ പുഴമീനെ ശരിക്കും വെണ്ണീരൊക്കെ കൂട്ടിയിട്ടാണ് മുറിക്കുക. കാരണം അത് ഊരിപ്പോകും. അതുപോലെ ഇനി ഇജാതി ശൈത്താൻ ഇറക്കണമെങ്കിൽ വെണ്ണീരൊക്കെ കൂട്ടി പിടിക്കേണ്ടി വരും, കാരണം ഊരിപ്പോകുന്നതല്ലേ. ഈ നിലക്ക് ആളുകൾ ശൈത്താൻ രോഗം ഉണ്ടാക്കുക, ഈ നിലക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥയുണ്ടാകും. ശൈത്താൻ അള്ള പഠിച്ചത് മനുഷ്യന്മാർക്ക് രോഗം ഉണ്ടാക്കാനല്ല. ശൈത്താൻ എന്തിനാ ഇവിടെ വന്നത്? സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ നരകത്തിലേക്ക് എത്തിക്കല ശൈത്താൻ്റെ പണി. അതാ ശൈത്താൻ ചെയ്യുക. അപ്പം നമ്മൾ അതാ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ശൈത്താൻ്റെ ആ വരയിൽ പെട്ടുപോകരുത്. എനിക്ക് രോഗം, എനിക്ക് എന്ത് വന്നാലും എൻ്റെ അള്ള വിധിച്ചത് എനിക്കത് വരൂ അല്ലേ. പിന്നെ ഓരോ സഹാബത്തൊക്കെ പറഞ്ഞ അള്ളാൻ്റെ വിധി ഞാൻ അന്ധനാണോ? അള്ളാൻ്റെ വിധി ഞാൻ അന്ധനാകാനാണെങ്കിൽ എനിക്കത് അള്ള തന്ന പരീക്ഷണ. ആ വിധിയിൽ നമ്മൾ ക്ഷമിക്കുക, സഹിക്കുക, തവക്കുൽ ചെയ്യുക. അതാണ് എന്ത് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ എന്ത് വന്നാലും ഇപ്പം ചില ആളുകൾ അഥവാ മുജാഹിദുകളാണ്, സലഫികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നിരുന്ന ചില ആളുകളും എന്തിനൊരു പേടിക്കുന്നൊരു അവസ്ഥയിലേക്ക്, അഥവാ തൗഹീദിൻ്റെ തവക്കുലായിരുന്നു ഏറ്റവും പ്രധാനം. ഒരു മനുഷ്യൻ്റെ തവക്കുൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ അറബികളെ കണ്ടില്ലേ? 6 മക്കൾ ഒന്നിച്ച് ആക്സിഡൻറ്റിൽ മരിച്ചാലും അൽഹംദുലില്ലാ ആദ്യം പറയുക അല്ലേ. നമുക്ക് പറയാൻ പറ്റൂല. ചില മലയാളീസൊക്കെ പറയലുണ്ട് എൻ്റെ കഫീൽ വെറും ഒരു മുസ്ലിം എന്ന മനുഷ്യൻ തന്നെയല്ല, കാരണം കഫീലിൻ്റെ ബാപ്പ മരിച്ചിട്ടും കടകൂട്ടിയിട്ടില്ല. മലയാളിയാണെങ്കിലോ കടപൂട്ടും, 3 ദിവസം വല ദുഃഖാചരിക്കും. പാടുണ്ടോ? ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ കടപൂട്ടാൻ പാടുണ്ടോ ശരിക്കും ഇസ്ലാമികപരമായിട്ട്? അള്ളാൻ്റെ റസൂല് മരിച്ചിട്ടും മദീനക്കാർക്ക് ഭക്ഷണം കിട്ടാതിരുന്നിട്ടില്ല. നമ്മുടെ ഒരാൾ നാട്ടിൽ മരിച്ച് ഹർത്താൽ ആചരിച്ച് ആ നാട്ടിൽ ഭക്ഷണം ഇല്ല, ട്രാൻസ്പോർട്ടില്ല, പിന്നെ 3 ദിവസം ഇങ്ങനെ ഈ കറുത്ത വെടി, ഇതൊന്നും ഇസ്ലാം പാടില്ലാത്തതാണ്. അതിൻ്റെ പേരിൽ ദുഃഖാചരിക്കുക, ആ നിലക്ക് നാട്ടുകാരൊക്കെ, ഇതൊന്നും ആര് പാടില്ല? ഇസ്ലാമിൽ പാടില്ലാത്തതാണ്. പക്ഷെ നമ്മൾ ഇവരെന്തുകൊണ്ട് അൽഹംദുലില്ലാ പറയുന്നു? അത് അള്ളാഹുവിൻ്റെ ഖലാഖത്തുള്ളൊരു വിശ്വാസമാണ്. ആ വിശ്വാസം തവക്കുൽ കൊണ്ടുണ്ടാകുന്നതാണ്. അതാണ് പിശാചിന് അമിതമായിട്ട് പേടിച്ചു കഴിഞ്ഞാൽ എന്തായി പോകുക? നഷ്ടപ്പെട്ടു പോകുക. അതുകൊണ്ട് നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്ന ആളുകളാണ് ആത്മാർത്ഥമായിട്ട്. എന്തായിരുന്നു അതിൻ്റെ അർത്ഥം? ആട്ടി ഓടിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹിനോട് ഞാൻ രക്ഷ തേടുന്നു. എവിടുന്നായി പിശാചിന് ആട്ടി ഓടിക്കപ്പെട്ടത്? സ്വർഗത്തിൽ. അതുകൊണ്ട് നമ്മുടെ തറവാട് സ്വർഗാണ്, ആ സ്വർഗത്തിലേക്ക് എത്തണം. ഇനി അടുത്തത് ബിസ്മില്ലയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാ, ഇസ്മ അറിയാലോ? ഇസ്മിൻ്റെ പണി എന്നൊക്കെ പണ്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ? പറയുന്നുണ്ട് പേരിനൊരു പണി എന്ന് പറയില്ലേ? ഇസ്മ പേര്, ബി കൊണ്ട് ഒരു ഹർഫാമല്ലേ, സ്വന്തമായിട്ട് അർത്ഥം ഉണ്ടാവില്ല, ഒന്നിൻ്റെ കൂടെ ചേരുമ്പോഴാണ് ബില്ല അള്ളാനെ കൊണ്ട് എന്നൊക്കെ പറയും. അതുപോലെ ബിസ്മി പേര് കൊണ്ട് അല്ലെങ്കിൽ പേരിൽ, നാമത്തിൽ. ബിസ്മില്ലാഹി
അള്ളാഹുവിൻ്റെ നാമത്തിൽ. അർ റഹ്മാൻ പരമകാരുണ്യകനായ, അർ റഹ്മാൻ പരമകാരുണ്യകനായ, അർ റഹീം കാരുണ്യവാനല്ല കരുണാനിധിയായ അല്ലേ. ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമത്തിൽ, അർ റഹ്മാനി പരമകാരുണ്യകനായ, അർ റഹീം കരുണാനിധിയുമായ. ആദ്യം നോക്കിയേ ബിസ്മില്ല അള്ളാഹിൻ്റെ നാമത്തിൽ. എന്ത് ചെയ്യുമ്പോഴും നമ്മൾ എന്തുകൊണ്ട് തുടങ്ങണം? ബിസ്മില്ല കൊണ്ട് തുടങ്ങണം. കൂടെ എന്തുണ്ടോ? കൂടെ മനസ്സിലാക്കുക, ബിസ്മി കൊണ്ട് തുടങ്ങാൻ പറ്റാത്തത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പരമാവധി ഒഴിവാക്കേണ്ടി വരും. അഥവാ ഹറാമ് ചെയ്യുമ്പോൾ, കള്ള് കുടിക്കുമ്പോൾ ചില ആൾക്കാർ ചോദിക്കുക, കള്ള് കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലണോ വേണ്ടേ? അതിന് തർക്കമായിട്ട് കള്ള് ഷോപ്പിലടി അല്ലേ. ലോട്ടറി എടുക്കുമ്പോൾ ബിസ്മി പറയണോ പറയണ്ടേ? സ്ത്രീധനം വാങ്ങുമ്പോൾ ബിസ്മി പറയാൻ പറ്റുമോ പറ്റൂലേ? ഓരോരുത്തർ ആലോചിച്ച് നോക്കുക അല്ലേ. അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ബിസ്മി ചൊല്ലിയല്ലേ അഴുതും ചൊല്ലി മടക്കിയാണ് കൊടുക്കുകയും ചെയ്യുക അല്ലേ. ആ നിലക്ക് എന്ത് നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ബിസ്മില്ല എഴുതുക. പൂർവ്വകാല പ്രവാചകന്മാർ, ഇപ്പം നൂഹ് നബി കപ്പലിലേക്ക് ആളുകളെ കയറ്റുമ്പോൾ പറഞ്ഞില്ലേ ബിസ്മില്ലാഹി മജ്രേഹ വ മുർസഹ. സുലൈമാൻ നബി കത്തയച്ചപ്പോൾ അല്ലേ ബിസ്മില്ല ചൊല്ലിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി അയക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല രാജാക്കന്മാർക്ക് കത്തയക്കുമ്പോൾ ബിസ്മില്ലാ മിൻ മുഹമ്മദ് ഇബ്നു അബ്ദില്ല എന്ന് വെച്ചിട്ട് കത്തയക്കുന്നു. ഇതേപോലെ പൂർവ്വകാല പ്രവാചകന്മാർ മുതലേ അള്ളാഹുവിൻ്റെ നാമത്തിലാണ് എന്ത് ചെയ്യൽ? നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങൽ. അപ്പം നമ്മൾ രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് തുടങ്ങുക? ബിസ്മില്ല ചൊല്ലിയിട്ട് തുടങ്ങുക. നമ്മളെ വണ്ടിക്ക് പ്രത്യേകതയുണ്ട്. പിന്നെ ദുആഉ സഫർ എന്ന് പറഞ്ഞിട്ട് പെട്രോൾ പമ്പൊന്നും സർവീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ സ്റ്റിക്കർ ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ കറങ്ങി കളിക്കും അല്ലേ. അത് സ്വന്തമായിട്ട് ചൊല്ലൂലല്ലോ. നമ്മളതെന്തിനാണ് ഉപയോഗിക്കേണ്ടത്? അത് നമ്മൾ ചൊല്ലാൻ വേണ്ടിയിട്ട്. നമ്മൾ ചൊല്ലൂല. നമ്മൾ ആ ബിസ്മില്ല കൊണ്ട് ചൊല്ലേണ്ടതിന് പകരം നമ്മുടെ നാട്ടിലേക്കുള്ള അന്ധവിശ്വാസം, വണ്ടി ആദ്യം ഒന്ന് മുമ്പോട്ട് എടുക്കും എന്നിട്ട് വേഗമായിട്ട് എടുക്കും. അതെന്തിനാ? ഒരു അന്ധവിശ്വാസമാണ്. അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതല്ല, ബിസ്മില്ല ചൊല്ലിച്ചിട്ട് തുടങ്ങുക. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ല തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ പറയുക. വീട്ടിൽ കയറുമ്പോൾ ബിസ്മില്ല പറയുക. ബാത്റൂമിൽ കയറുമ്പോൾ ബിസ്മില്ല അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് അല്ലേ. അതേപോലെ തന്നെ പള്ളി കയറുമ്പോൾ ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറയുക. ഏത് നല്ല കാര്യത്തിനും എന്ത് ചെയ്യണം? ഇതേപോലെ ബിസ്മില്ല പറയണം. കത്ത് എഴുതാണോ, ഫോൺ ചെയ്യാണോ, പിന്നെ ഓഫീസിൽ ജോലിക്ക് വരും, ഫസ്റ്റ് കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളെ ജോലി തുടങ്ങിയല്ലേ ആരുടെ നാമത്തിൽ? അള്ളാൻ്റെ നാമത്തിൽ. അതിന് ബി എന്നതലോ 756 എന്നതലോ ഇതൊന്നും ആര് പഠിപ്പിക്കാത്തതാണ്? അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതാണ്. ബിസ്മില്ല ചൊല്ലുക, ഇത് അള്ളാഹിൻ്റെ നാമത്തിലാണ് എന്നത് അതിൻ്റെ പ്രത്യേകത. നമ്മൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ നാമത്തിലാണ്. ആരാണ് ആ അള്ളാഹു? അർ റഹ്മാൻ പരമകാരുണ്യകനാണ്, അർ റഹീം കരുണാനിധിയാണ്. എന്താണ് അർ റഹ്മാനും അർ റഹീമും തമ്മിലുള്ള വ്യത്യാസം? ആർക്കെങ്കിലും അറിയോ? അറിയായിരിക്കുമല്ലോ. യെസ്. അറഹ്മാൻ എന്ന് പറഞ്ഞാൽ പടച്ചോന് വഴിപ്പെട്ടോരിക്കും വഴിപ്പെടാത്തവരിക്കും അള്ളാഹ് എന്ത് ചെയ്യും? കരുണ കാണിക്കും. അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് നമ്മൾ തന്നെ അല്ലേ. അമ്പിയാക്കളോട് കരുണ കാണിച്ച അള്ളാഹു തന്നെ നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്? കരുണ കാണിക്കുന്നുണ്ട്. അവരെ പോലെയാണോ നമ്മൾ? അമ്പിയാക്കൾ പോകട്ടെ, അവർ മഴസൂമികളാണെന്ന് പോട്ടെ, സഹാബത്ത് പോകട്ടെ, താബീങ്ങൾ പോകട്ടെ, സലഫുസ്സാലിഹീങ്ങളുണ്ട് അള്ളാഹുവിനെ ഏറ്റവും പേടിച്ച് സൂക്ഷിച്ച് ജീവിച്ച. അവരൊക്കെ ഏറ്റവും നല്ലവരായി ജീവിച്ചു, താബീങ്ങളടക്കം. നമ്മൾ എത്രയോ തോന്നിവാസങ്ങൾ കാട്ടുന്നു, നമ്മളോട് അള്ളാഹ് എന്ത് ചെയ്യുന്നുണ്ട്? കരുണ കാണിക്കുന്നുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളവരാണോ നന്ദികേട് കാണിക്കുന്നവരാണോ? നന്ദികേട് കാണിക്കുന്നവരല്ലേ. കാഫിറാണോ മുസ്ലിമാണോ ലോകത്ത് കൂടുതൽ? കാഫിരീങ്ങൾ. അള്ളാഹ് വ്യഭിചാരിയാന്ന ശരിക്കും ക്രിസ്ത്യാനികൾ പറഞ്ഞത്. അള്ളാഹ് കാരുണ്ട് എന്നാ പറഞ്ഞത്. അള്ളാഹ്ക്ക് മോനുണ്ട് എന്ന് പറഞ്ഞു, കുട്ടിയുണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹ് കുട്ടിയെ സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ലാത്ത ഒന്ന് അള്ളാഹിന്റെ പേരിൽ ചാർത്ത്. ശരിക്കും വ്യഭിചാരം കുറ്റമാണ് അള്ളാഹിന്റെ പേരിൽ ചാർത്ത്. അതുകൊണ്ട് തന്നെ ആ വാക്ക് ആകാശങ്ങൾ കിടുകിടുത്തു പോകുന്ന വാക്കാണെന്ന് പറഞ്ഞത് ക്രിസ്ത്യാനികൾ. ഓരോ കൊല്ലം അതിൻ്റെ പേരിൽ ഇവരെന്ത് ആചരിക്കുന്നു? ക്രിസ്മസ് ആഘോഷിക്കുകയും ചെയ്യുന്നു. അള്ളാഹ് ഇന്ന് ലോകത്ത് സമ്പന്നരാണ് ഏറ്റവും കൂടുതൽ ആ സമൂഹം. കാരണം അള്ളാഹു ആരാണ്? അർ റഹ്മാനാണ്. ശബരിമലയിലേക്ക് കൊടിയ ശിർക്കിന് ആളുകൾ പോകുന്നുണ്ട്. ആ വണ്ടി ഒരു പ്രയാസം കൂടാതെ ശബരിമലയിലേക്ക് എത്തിയിട്ട് ആരാധന നിർവഹിച്ചത്, അഥവാ പടച്ചോനെ നിന്ദിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് തിരിച്ചവർ വീട്ടിലെത്തുന്നത്. അവർക്കും അതിനുള്ള കഴിവാരാ കൊടുത്തത്? അള്ളാഹ്. നിങ്ങൾ നോക്കിയേ, അള്ളാഹിനെ ധിക്കരിക്കുന്നവർക്കും അവരോട് പോലും അള്ളാഹ് എന്ത് ചെയ്യാണ്?
കരുണ കാണിക്കുകയാണ് അല്ലേ? ഇപ്പോൾ ബദറിലോ ഉഹുദിലോ ഒക്കെ നബിയോടൊക്കെ ഏറ്റുമുട്ടുന്ന ശത്രുക്കൾ അവർക്കും അവിടെ വരാനുള്ള തൗഫീഖൊക്കെ ആരാ കൊടുക്കുന്നത്? അതാ കാരണം ഈ ലോകത്ത് അള്ളാഹ് അതിന് വ്യത്യാസമില്ല. എല്ലാവരോടും അള്ളാഹ് എന്ത് ചെയ്യും? കരുണ കാണിക്കും. എന്നാൽ പരീക്ഷണവും പ്രയാസങ്ങളും കൂടുക സ്വാഭാവികമായിട്ട് മാർക്ക ദുനിയാവിൽ വിശ്വാസികൾക്ക്. കാരണം ഇവിടെയല്ല വിശ്വാസികളുടെ തറവാട്, സ്വർഗ തറവാട് അവിടെയാ കിട്ടുക. നമ്മൾ വിചാരിക്കുന്നു ഞാനിങ്ങനെ നിസ്കാരം നോമ്പല്ല എനിക്കും പൈസയൊക്കെ പറ്റും എനിക്കും അല്ലേ? അതുകൊണ്ടാണ് നമ്മളെ സ്വഭാവം. നമ്മൾ അള്ള നല്ലതാണോ വിചാരിക്കുന്നത്? അള്ള ഒന്നും തരൂല, നമ്മൾക്ക് പരീക്ഷിക്കും. നമ്മളിങ്ങനെ കേടായി പോകുന്നുണ്ടോ, ആദർശം വിട്ടുപോകുന്നുണ്ടോ, ഒരു തെറ്റും ഇല്ലാതെ മരിക്കാൻ കഴിയണം. നമ്മളെ ധാരണ നേരെ തിരിച്ച പഠിച്ചവന് സുഖമായിട്ട് ജീവിക്കാൻ പറ്റണം ഇവിടെ അല്ലേ? നമ്മൾ ദുനിയാവിലും ഹൈറ് വേണം, പരലോകത്തും ഹൈറ് വേണം, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം എന്ന പ്രാർത്ഥനയായിരിക്കണം നമ്മൾക്ക് ഉണ്ടാകേണ്ടത്. അപ്പോൾ എന്തുകൊണ്ട് അള്ളാഹ് ഇവരോടൊക്കെ കരുണ കാണിക്കുന്നു? ഒരു കൊതുകിൻ്റെ ചിറക്, ഒരു ഈച്ചയുടെ ചിറകിൻ്റെ അത്ര സ്ഥാനം ഈ ദുനിയാവിന് അള്ളാഹ് കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ മാ സഖാ കാഫിർ മിൻ ഷുർബത്ത് മാ, ഒരു ഇറക്ക് വെള്ളം അള്ളാഹ് കൊടുക്കൂല, കാഫിറിന് അള്ളാഹ് കൊടുക്കൂല. അള്ളാഹ് ഒരു വിലയും കൊടുത്തിട്ടില്ല. സുബഹിസ്കാരത്തിൻ്റെ മുമ്പുള്ള സുന്നത്തിൻ്റെ വില നമുക്കറിയില്ല. ഖൈറും മിനദ് ദുനിയ വമാ ഫിയ, ദുനിയാവിനേക്കാളും അതിലുള്ളതിനേക്കാളും ഖൈറാണ് 2 റക്അത്ത് സുന്നത്ത്. ഒരു 2 റക്അത്ത് സുന്നത്തിൻ്റെ വില, സുന്നത്ത് നിസ്കാരത്തിൻ്റെ വില അള്ളാഹ് എന്തിനു കൊടുത്തിട്ടില്ല? ഈ ദുനിയാവിന് കൊടുത്തിട്ടില്ല അല്ലേ? ഒരിക്കലും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, കൈ ഇങ്ങനെ കടലിൽ സമുദ്രത്തിൽ മുക്കിയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ദുനിയാവിൻ്റെ വില എത്രയാ? ഇവിടെ ഈ സമുദ്രത്തിൽ നമ്മുടെ കൈ മുക്കിയിട്ട് പുറത്തെടുക്കുമ്പോൾ ആ വിരലിൽ അള്ളിപ്പിടിക്കുന്ന വെള്ളത്തിൻ്റെ അത്ര വിലയെ എന്തിനുള്ളൂ? ഈ ദുനിയാവിനുള്ളൂ. ഒരു ചത്ത ആടിൻ്റെ ചെവി പിടിച്ചിട്ട് ചോദിച്ചില്ല ഇതിനായിരിക്കും വേണമെന്ന്? സഹാബികൾ പറയും, ഇത് ജീവനുണ്ടെങ്കിൽ തന്നെ ഈ ആട് ന്യൂനതയുള്ള ആടാ, ഈ വർഗം, ഇതിന് ഞങ്ങൾക്ക് ആർക്കും വേണ്ട. എന്നല്ല ചത്ത ആടിന് ഒരു ദിർഹം നിങ്ങൾ ചോദിക്കുന്നത്? ആർക്കും വേണ്ട നബിയെ. എന്നാൽ അള്ളാഹിന്റെ അടുക്കൽ ഈ ആടിൻ്റെ അത്ര പോലും വിലയില്ല. എന്തിന്? ദുനിയാവിന്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളെ മനസ്സിൽ ഈ പറഞ്ഞതൊക്കെയാണോ ദുനിയാവ്? നമ്മൾ അധ്വാനിക്കുന്നതും ഓടുന്നതും ബേജാറാകുന്നതും, നമുക്ക് ടെൻഷനും, നമുക്ക് കൊളസ്ട്രോളും ഷുഗറും, നമുക്ക് തലവേദന ഒക്കെ വരുന്നത് എന്തിൻ്റെ വിഷയത്തിലാണ്? ദുനിയാവിന്. ഇവിടെ പുര ഉണ്ടാക്കിയിട്ടില്ല, ഇവിടെ അത് എടുത്തിട്ടില്ല, ഇവിടെ അത് എത്തിയിട്ടില്ല. ആരും പരലോകത്തെ കുറിച്ച് എന്ത് ചെയ്യൂല, ചിന്തിക്കൂല. നമ്മളെല്ലാവരും, ഞാൻ ഒഴിവാക്കുന്ന നമ്മുടെ ഈമാനിൻ്റെ കുറവ് കൊണ്ട് സംഭവിക്കുന്ന അങ്ങനെ. പക്ഷെ ഈ ദുനിയാവിന് അള്ളാഹ് എത്ര വില കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ നന്ദി കേട് കാണിക്കുന്ന ആളുകൾക്കും അള്ളാഹ് സുഖം കൊടുക്കുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കണ്ട. നബിയോട് അള്ളാഹ് പറഞ്ഞില്ലേ, നബിയെ ഈ കാഫിരീങ്ങളും ദുർമാർഗികളും ഈ നാട്ടിലുണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങളും ഈ ആധിക്യങ്ങളും കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഒരു ടെൻഷൻ അടിക്കണ്ട. ഇത് കലീല, ഇത് മതാഉ ദുനിയ ഖലീൽ. ദുനിയാവിൻ്റെ വിഭവം വളരെ കുറച്ചേ ഉള്ളൂ. സ്വർഗത്തിലാണ് എന്ത് ആസ്വദിക്കാൻ മുഴുവനും ഉള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആ നിലക്ക് മനസ്സിലാക്കുക. അർ റഹീം എന്ന് പറഞ്ഞാലോ കരുണാനിധി. പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അള്ളാഹ് ആരോടെ കരുണ കാണിക്കൂ? വിശ്വാസികളോട് മാത്രം. നമ്മളങ്ങനെ മനസ്സിലാക്കിയാൽ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അള്ളാഹിനോട് ഒരാൾക്ക് വെള്ളം ചോദിച്ചാൽ നമുക്ക് വെള്ളം തരൂല. അള്ളാഹ് തരും. നരകക്കാർക്ക് എങ്ങനത്തെ വെള്ളമായിരിക്കും? തലച്ചോറ് പൊട്ടിപ്പോകുന്ന അല്ലെ, നരകക്കാരുടെ ചീഞ്ഞളിഞ്ഞ ചലം തരും. ആ നിരക്ക് ആ സൂറത്തുൽ കഹ്ഫിൽ വെള്ളം ചോദിച്ചാൽ അള്ളാഹ് വെള്ളം തരും. തലച്ചോറ് പൊട്ടിപ്പോകുന്ന വെള്ളമായിരിക്കും നമുക്ക് കിട്ടുക, തിളച്ചു മറിയുന്ന വെള്ളം. അതാണ് പരലോകത്ത് നമുക്ക് തരുന്നത്. ഏറ്റവും ചെറിയ ശിക്ഷ എന്തായിരിക്കും? തീക്കട്ട കൊണ്ട് 2 ചെരുപ്പ് കൊടുക്കും. ഏറ്റവും ചെറിയ ശിക്ഷയാണത്. അത് ചവിട്ടിയാൽ തല പൊട്ടിപ്പിളർന്നു പോകും. അപ്പം വലുത് ശിക്ഷ എന്തായിരിക്കും? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ പരലോകത്ത് അള്ളാഹ് ആരോടെ കരുണ കാണിക്കൂ? വിശ്വാസികളോട് മാത്രമേ കരുണ കാണിക്കൂ. ഇവിടെ ഒരുപാട് അനുഭവിച്ചു. ഇതാണ് അർ റഹ്മാനും അർ റഹീമും തമ്മിലുള്ള വ്യത്യാസം. ബിസ്മില്ലാഹി അർ റഹ്മാനി റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു എന്ന് പറയാറുണ്ട്. പക്ഷെ അതിൽ ആയത്തിലില്ല കേട്ടോ. നമ്മൾ മലയാളത്തിൽ ചേർക്കലുണ്ട് അള്ളാഹിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. ഇത് രണ്ടും മനസ്സിലായില്ലേ? പൗതും ബിസ്മിന്റെ അർത്ഥം എല്ലാവർക്കും അറിയോ? ഒന്ന് ഉഷാറായി പറഞ്ഞേ. ബാക്കിൽ നിന്ന് കേൾക്കുന്നില്ല ഞാൻ സൗണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്താ ഇതിന്റെ അർത്ഥം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി ഈ ബിസ്മിയെ കുറിച്ചുള്ളൊരു ചർച്ച, പിന്നെ ബസ്മലത്ത്, ബിസ്മി ഫാത്തിഹയിൽപ്പെട്ട ആയത്താണോ മറ്റ് സൂറത്തുകളിൽപ്പെട്ട ആയത്താണോ എന്നൊരു ചർച്ച പണ്ഡിത ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. നിസ്കാരത്തിൽ എങ്ങനെ ബിസ്മി ഓതണം? ഒരുപാട് അഭിപ്രായങ്ങൾ
ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. പിന്നെ ഹദീസുകളിൽ ക്രോഡീകരിച്ചിട്ട് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ കാണാൻ പറ്റും. നമ്മൾ അതിനൊക്കെ പണ്ഡിതന്മാർ തർജീഹ് നടത്തിയത്, അഥവാ എല്ലാ അഭിപ്രായങ്ങളും ഞാനിവിടെ വായിക്കുന്നില്ല. പിന്നെ ഷാഫി മദ്ഹബിൽപ്പെട്ട ആളുകളാണ് ബിസ്മി ഫാത്തിഹയിൽപ്പെട്ട ആയത്താണ് എന്ന് നിർബന്ധമാക്കപ്പെട്ട നിലക്ക് പറഞ്ഞത്. മറ്റുള്ള മദ്ഹബുകളിൽ അങ്ങനെ ഫാത്തിഹയിൽ മാത്രം പെട്ട ആയത്തല്ല പിന്നെ എന്ന് പറഞ്ഞ അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ നമുക്കത് എല്ലാം കൂടി വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കാതെ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ അംഗീകരിച്ചതും സുന്നത്തിനോട് യോജിക്കുന്നതും ബസ്മലത്ത് എന്ന് പറയുന്നത്, ബിസ്മി എന്ന് പറയുന്നത് അതൊരു മുസ്തഖില്ലായ ആയത്താണ്. എല്ലാ സൂറത്തിൻ്റെയും ആദ്യത്തിൽ നമ്മൾ എന്തോന്നണം? ബിസ്മി ഓതണം. സൂറത്തുകളെ വേർതിരിക്കാനാണ് എന്ത്? ബിസ്മി. എന്നാൽ സൂറത്തു നംലിൽ സുലൈമാൻ നബിയുടെ കത്തുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ ആയത്തിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ബിസ്മി ഫാത്തിഹയിൽപ്പെട്ട ആയത്താണെങ്കിൽ നമുക്ക് ഹദീസ് കാണാം. ഖുദ്സിയായ ഹദീസിൽ ഒരു മനുഷ്യൻ നിസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഫഇദാ ഖാല അബ്ദി ബിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഖാല അല്ലാഹ് ഹമിദനി അബ്ദി. ഖുദ്സിയ ഹദീസ് അല്ല കേട്ടോ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് തന്നെ. എൻ്റെ അടിമ പറഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹ് എന്താ പറയാ? ഹമിദനി അബ്ദി. അല്ലാഹ് പറയും എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. ആടെ എന്ത് പറഞ്ഞിട്ടില്ല? ആദ്യം ബിസ്മി ചൊല്ലിയാൽ ഇന്ന് പറയുമെന്ന് മുതലല്ല തുടങ്ങിയത്. ഫാത്തിഹ നിസ്കാരത്തിൽ ഓതുമ്പോൾ അല്ലാഹ് എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഫഇദാ ഖാല അബ്ദി അർ-റഹ്മാനിർ റഹീം, എൻ്റെ അടിമ അർ-റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് പറയും. ഇങ്ങനെ കാണാം, ഈ ഹദീസിലുണ്ട്. പിന്നെ വേറെ ഹദീസ് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ആരംഭിച്ചത് ബിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ടായിരുന്നു. ഈ ഹദീസൊക്കെ വായിക്കും ബിസ്മി നിസ്കാരത്തിൽ ഫാത്തിഹ ചൊല്ലണ്ട എന്നല്ല കേട്ടോ, ബിസ്മി ഓതാതെ പാടില്ല. ബിസ്മി എന്തായിരിക്കണം? ഓതണം. പക്ഷേ ബിസ്മി ഉറക്ക ഓതിയ ഹദീസുകളും വന്നിട്ടുണ്ട് ഫാത്തിഹയിൽ, ബിസ്മി പതുക്ക ഓതിയ ഹദീസുകളും വന്നിട്ടുണ്ട്. ഭൂരിഭാഗം ഹദീസുകളും ഹദീസുകളുടെ ബലാബലത്തിൽ ശക്തമേറിയതും ഹദീസുകളൊക്കെ അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിഹയിൽ ബിസ്മി എങ്ങനെ ഓതിയതാണ്? പതുക്കെ ഓതിയതായിട്ടുള്ള ഹദീസുകളാണ്. അതുകൊണ്ട് ഒരുത്തം ബിസ്മി ഉറക്ക ഓതിക്കഴിഞ്ഞ നിസ്കാരം ബാത്തില എന്ന് പറയാൻ പാടില്ല, ആരും പറയലുമില്ല. പക്ഷേ അതിൻ്റെ പൂർണ്ണമായ സുന്നത്തിനോട് യോജിക്കുന്ന രൂപം എന്താണ്? ബിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദു കൊണ്ട് തുടങ്ങലാണ്. ചില ആളുകളൊക്കെ പറയാറുണ്ട് ബിസ്മി കള്ളന്മാരാണ് എന്ന്. നാട്ടിൽ വെച്ച്, ഇവിടെ വെച്ച് പറയലില്ല, നാട്ടിൽ വെച്ച് പറയും ഇന്ന സലഫികളൊക്കെ ബിസ്മി കട്ട ആൾക്കാരാണ്, അതുകൊണ്ട് ഓലെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല. ആ ആളുകൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും? ബിസ്മി മെല്ലെ ഓതുന്ന ഇമാമിൻ്റെ പിന്നിൽ നിസ്കരിക്കുകയും ചെയ്യും. ചിലപ്പോൾ ഇങ്ങനത്തെ പള്ളിയിൽ എനിക്കറിയാം ചില ആളുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ സമസ്തയിലൊക്കെ ജോലി ചെയ്ത മദ്രസയിലും അവിടെ കോളേജിലൊക്കെ അറബി കോളേജിലൊക്കെ അധ്യാപകന്മാരായ ചില ആളുകൾ ഈ സൗദി അറേബ്യയിൽ വന്നിട്ട് ബംഗാളികളെ പോലെ ചില ഉൾനാടൻ ഗ്രാമങ്ങളിലൊക്കെ ഇമാമായിട്ട് നിൽക്കലുണ്ട്. 500 റിയാലിനും 750 റിയാലിനൊക്കെ ശമ്പളം വാങ്ങിയിട്ട് അവരും നിസ്കാരം തുടങ്ങുന്നത് എന്തുകൊണ്ട് തന്നെയാണ്? അൽഹംദു കൊണ്ട് തുടങ്ങിയിട്ട് തന്നെയാണ് തുടങ്ങുക. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇത് പാടില്ല, അങ്ങനെ ഓതുന്നവരെ കാഫിറാന്ന് ഒരു മുസ്ലിം സമുദായത്തിൽ തന്നെ പുറത്താക്കുന്ന ആളുകൾ ഗൾഫിലെത്തുമ്പോൾ ഒരു 500 റിയാലിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആയത്ത് കക്കും. അതാ ശരിക്കും കക്കല്, 500 റിയാലിനും വേണ്ടിയിട്ട് അല്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഹദീസിനോട് യോജിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ല പതുക്കെ ഓതിയതാണ് ബലാബലത്തിൽ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഹദീസുകൾ. ബിസ്മി ഓതണം, പതുക്കെ ഓതണം. അതേപോലെ തന്നെ ബിസ്മില്ല ഫാത്തിഹയിൽപ്പെട്ട ഒരായത്തല്ല എന്നതിനാണ് പിന്നെ തെളിവുകൾ കൂടെ നിൽക്കുന്നത്. കാരണം ഇത് ഓരോ സൂറത്തും ഫസ്ലിന് വേണ്ടിയിട്ട്, അഥവാ ഒരു സൂറത്ത് കഴിഞ്ഞ ചിലപ്പോൾ റസൂലുള്ളാഹിക്ക് വഹി ഇറങ്ങുമ്പോൾ ഒരു സൂറത്ത് കഴിഞ്ഞ് അടുത്ത സൂറത്ത് ഇറങ്ങും, ഒറ്റയടിക്ക് ഇറങ്ങും. അപ്പോഴെങ്ങനെ അത് മനസ്സിലാകല്? അതിനിടയ്ക്ക് ബിസ്മില്ല പറയും. ഇപ്പൊ ബിസ്മില്ല പറയുമ്പോൾ എന്ത് മനസ്സിലാകുന്നത്? ഇത് അടുത്ത സൂറത്താണ് ഇനി വരാൻ പോകുന്നത്. സൂറത്ത് തൗബയിൽ ബിസ്മില്ല ഇല്ല. അതിൻ്റെ കാരണം ഇൻഷാ അല്ലാഹ് ഇതിൽ കാണുന്ന ഒന്ന് അമാനിവര് ആ ഭാഗത്താണ് കൂടുതൽ വിശദീകരിച്ചത്. ആ സൂറത്ത് തൗബയുടെ പോയ ബിസ്മി ഒന്നല്ല സൂറത്ത് നംലിൽ വന്നത് എന്ന് പ്രത്യേകിച്ച് പണ്ഡിതന്മാർ അതൊരു ആയത്തായിട്ട് വന്നു. ഇവിടെ പിന്നെ സഹാബികളുടെ ഇജ്തിഹാദാണ്, അഥവാ സൂറത്ത് തൗബയിൽ ആ ബിസ്മി ഇല്ല എന്നുള്ളത് ഒരു പിന്നെ സഹാബത്ത് പറഞ്ഞു വന്നു. ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അത് ബിസ്മില്ല അവിടെ ചേർത്ത് വെച്ചിട്ടും ഇല്ല. ഇൻഷാ അല്ലാഹ് ഞാനത് ഒന്നുകൂടി കൂടുതൽ
പഠിച്ചിട്ട് അടുത്ത ക്ലാസ് ഞങ്ങൾക്ക് പറഞ്ഞു തരും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിസ്മി ഫാത്തിഹയിൽപ്പെട്ട ഒരായത്തോ ഏതെങ്കിലും സൂറത്തിൽപ്പെട്ട ഒരായത്തോ അല്ല, അത് മുസ്തഖില്ല, ഒരു സ്വതന്ത്രമായ ഒരായത്താണ് എന്ത് ബിസ്മി. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ട്, ഇപ്പൊ ചോദിക്കാം, ഉണ്ടാകണം, ചോദിക്കണം. ഉണ്ടോ? നാളെ നിങ്ങളോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അപ്പൊ 6 ഫാത്തിഹയിലുള്ള ആയത്തിലെ വെണ്ണിക്കഴിഞ്ഞു. അൽഹംദു 1ാമത്തെ ആയത്ത്, അർറഹ്മാൻ റഹീം 2ാമത്തെ ആയത്ത്, പിന്നെന്താ മാലിക് യൗമിദ്ദീൻ 3ാമത്തെ ആയത്ത്, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ 4ാമത്തെ ആയത്ത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം 5ാമത്തെ ആയത്ത്, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം 6ാമത്തെ ആയത്ത്, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ 7ാമത്തെ ആയത്തായിട്ട് എണ്ണുന്നു. ഈ നിലക്ക് പറഞ്ഞ പണ്ഡിതന്മാർ കേട്ടോ. പരിഭാഷയിൽ 1ാമത്തെ ആയത്ത് നിങ്ങൾക്ക് ബിസ്മില്ല കാണാം. അപ്പം അത് എന്തുകൊണ്ട് ചില പണ്ഡിതന്മാരൊക്കെ ബിസ്മീല പിന്നെ ഫാത്തിഹയിൽപ്പെട്ട ആയത്തല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് തുടങ്ങുന്നത് കൊണ്ട് ആ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി ചില പണ്ഡിതന്മാർ ഇപ്പോൾ ഷാഫി മദ്ഹബിലൊക്കെ എന്താണ് ബിസ്മില്ല ആയത്ത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും ബിസ്മി ഓതണം എന്നുള്ളതിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. ഞാൻ നിങ്ങൾക്ക് എത്രയേ പറഞ്ഞിട്ടുള്ളൂ, ഒരാൾ എന്തുകൊണ്ട് നിങ്ങൾ പിന്നെ ബിസ്മില്ല ഓതുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നാമതായിട്ട് മറുപടി പറയാൻ കഴിയണം. ഞാൻ ഈ ഇരിക്കുന്ന എല്ലാവരും മുജാഹിദികളാണെന്നോ സലഫികളാണെന്നോ എനിക്ക് അഭിപ്രായമില്ല, നിങ്ങൾക്കും അഭിപ്രായം ഉണ്ടാവില്ല അല്ലേ. നമ്മൾ ആരെ ഈ സെൻറ്ററിൽ കയറും മുജാഹിദിനെ കയറ്റു എന്നതുമല്ല. ഇത് ഇസ്ലാഹി സെൻറ്റർ കേരള നേതൃത്വത്തിൽ മുജാഹിദിനൊരു പോഷക സംഘടന എന്നുള്ള നിലക്ക് ആളുകൾക്ക് ദീന് പഠിപ്പിക്കാൻ വേണ്ടി പെടുന്ന സെൻ്ററാണ്. ആരെയും ഇത് മെമ്പർഷിപ്പ് കൊടുക്കാനോ നാട്ടിൽ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടോ അല്ല. സത്യം ഏത് ആദർശമാണോ സത്യം അത് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. ആ നിലയ്ക്കേ നമ്മൾ ക്ലാസ് എടുക്കാറുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യാത്ത ചില തെറ്റ് ആരോപിക്കുമ്പോൾ നിങ്ങൾ ആ നാട്ടുകളിൽ പോയിട്ട് പറയണം ബിസ്മി ഓതരുത് എന്നൊരു പറയുന്നില്ല. ബിസ്മി ഓതാൻ പാടില്ല എന്ന് പറയുന്നുണ്ടോ? ബിസ്മി ഓതാത്തവൻ്റെ നിസ്കാരം ശരിയാകൂല. നമ്മൾ തെറ്റിദ്ധരിച്ചതാ. ബിസ്മി ഓതു തന്നെ വേണം. പക്ഷെ ഓരെന്തേ പറയുന്നുള്ളൂ, ഹദീസിൽ ഏറ്റവും കൂടുതൽ ഹദീസിനോട് യോജിക്കുന്ന റസൂലുള്ള ബിസ്മി പതുക്കെ ഓതിയതാണ്. അത് നമ്മൾ നാട്ടിലത്തെ മുജാഹിദികൾ പറഞ്ഞതല്ല. ഹംബലി മദ്ഹബിൽ അങ്ങനെയാണ്. അബൂ ഹനീഫയുടെ ഹനഫി മദ്ഹബിന്റെ വിഷയത്തിൽ ഈ രീതിയിലാണ്. ഷാഫി മദ്ഹബിലാണ് കണിശമായിട്ട് ബിസ്മി ആയത്തിൽപ്പെട്ടതാണ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള മദ്ഹബൊക്കെ പിഴച്ചു പോകുമോ എന്നൊക്കെ ആ നിലക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ബിസ്മി ഓതണം, പക്ഷെ അത് പതുക്കെയായിരുന്നു റസൂലുള്ള ഓതിയത്. എന്നാൽ ഒരു മനുഷ്യൻ ഉറക്ക ഓതിയത് കൊണ്ട് ഒരിക്കൽ ഒരാൾ ഉറക്ക ഓതി ഓൻ്റെ തലക്കെട്ട് മണ്ടാനും നമ്മൾ എന്ത് ചെയ്യണ്ട, മേടാനും നമ്മൾ പോകണ്ട എന്നതുകൂടി സാന്ദർഭികമായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് ഇതിൽ? ഇല്ല, ഈ ഒന്നു കൊടുക്കുമ്പോഴും വീട്ടിൽ കയറുമ്പോഴൊക്കെ ബിസ്മില്ല എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പറയേണ്ടത്. ബിസ്മില്ല പറയുക. ഇനി ഒത്ത റഹ്മാൻ റഹീം എന്ന് പറഞ്ഞതിൻ്റെ കൂടെ ഓനും ഹറാമ് ചെയ്തിട്ടില്ല. പക്ഷെ റസൂൽ എന്താ പറഞ്ഞത്, ബിസ്മില്ല അല്ലേ, വദ്കുരി ഇസ്മല്ലാഹ്, അള്ളാഹിൻ്റെ നാമം ഉച്ചരിക്കാൻ. അത് പണ്ഡിതന്മാരെ പറഞ്ഞ് ബിസ്മില്ല എന്ന് പറയലാണ്. അപ്പോൾ വീട്ടിൽ കയറി പഠിച്ച ശരിക്കും എന്താ പറയേണ്ടത്, ബിസ്മില്ല. ചില ആളുകൾ അതിൻ്റെ കൂടെ പിന്നെ അതിൻ്റെ കൂടെ അതിന് മുമ്പ് തന്നെ ചില ആ പ്രാർത്ഥന ലൈഫായതുകൊണ്ട് ഇപ്പം നമ്മൾ ചെല്ലാത്തതുകൊണ്ട് മറന്നുപോയി. اللهم إني أسألك خير المولج وخير المخرج بسم الله ولجنا وبسم الله خرجنا وعلى الله ربنا وتوكلنا എന്ന് പറയും. അത് ലൈഫാണ് പ്രാർത്ഥന, ദുർബലമാണ്. എന്തേ ഉള്ളൂ ശരിയായി വന്നത്, ബിസ്മില്ല. വീട്ടിൽ കയറുമ്പോൾ ബിസ്മില്ല, അത് റൂമിൽ കയറുമ്പോഴും ബിസ്മില്ല കേട്ടോ. പുതിയ വീട്ടിൽ ചില ആൾക്കാരൊക്കെ ചോദിക്കുകയല്ലേ ഉസ്താദ്, നാട്ടിൽ പിന്നെ വീട്ടിൽ കൂടുതലാണ്, മലപ്പുറത്തായ കുറ്റൂസാണെന്നൊക്കെ പറയല്ലേ, അല്ല എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട, ബിസ്മില്ല ചെയ്യേണ്ട കയറുന്നത്. അതിന് അടുപ്പിൽ പാല് തിളപ്പിച്ച് മറിക്കുക, വേറെ കുറേ ദുരാചാരങ്ങൾ ഉണ്ടാക്കുക, പള്ളിയിലേക്ക് നിസ്കാരത്തിന് പോകേണ്ടതിന് പകരം പുരയിലെ എല്ലാ ആണുങ്ങളും പുരയിൽ നിന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കുക, അതൊന്നും പാടില്ല. പിന്നെ മൗലിദ് ഓതിയിട്ട് തുടങ്ങുക അല്ലെ, തുടങ്ങൽ തന്നെ ചെറുക്കുകൊണ്ടാണ്. അതിൽ അവിടെ തുടങ്ങുക, കുറ്റിയടിക്കുന്നത് തന്നെ ചെറുക്കുകൊണ്ടായിരിക്കും പലപ്പോഴും. ആ വീട് അള്ളാഹ്ക്ക് വരുത്തലാണ്ട് അതിൻ്റെ കുറ്റി അടിച്ച് തന്നെ അങ്ങനെ പോകുന്ന ആളെല്ലാം ബിസ്മില്ല ചെല്ലുക. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴോ ബിസ്മില്ല തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന്. കൂടെ ഇനിയും പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. ഈ പ്രാർത്ഥനയും കൂടിയുണ്ട്. നിങ്ങൾ ആദ്യം പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യുക, ചെല്ലണം. ബിസ്മില്ല അറിയാത്ത ആരും ഇല്ലല്ലോ. തവക്കൽതു അലല്ലാഹ് എല്ലാവർക്കും അറിയാലോ അല്ലേ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് മൂന്നും കൂട്ടി പറഞ്ഞാൽ എപ്പോഴുള്ള പ്രാർത്ഥനയായി, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥനയായി. ഇന്നത് ചൊല്ലിയിട്ട് ഇറങ്ങിയൊക്കെ ഒന്ന് കൈവക്കിയേ. പക്ഷെ നിങ്ങൾ നോക്കിയേ, അതിലും ഭൂരിഭാഗം എന്താണ്, ചെല്ലാത്ത ആളുകളാണ്. ഇതൊക്കെ കണാരനും കുമാരനും ചെല്ലേണ്ട പ്രാർത്ഥനയല്ല,
മാപ്പിളാരിയലിൻ്റെ പ്രാർത്ഥനയാണ്. നമ്മളാണ് ചെല്ലേണ്ടത്, നമുക്കാണ് അതിൻ്റെ കൂലി കിട്ടുക. നിങ്ങളത് ശീലിക്കുക. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ശൈത്താൻ പറയും ഇവനെ പേടിപ്പിക്കാൻ നമുക്ക് പറ്റൂല, ഇവൻ പ്രൊട്ടക്ഷൻ എടുത്തു കഴിഞ്ഞ്. നമ്മൾ പ്രൊട്ടക്ഷൻ എടുത്ത് തണുപ്പെന്ന് കോട്ട് വാങ്ങിയിട്ട് നമുക്കറിയാം കോട്ട് ഇട്ടില്ലെങ്കിൽ നമുക്ക് ബാധിക്കും അല്ലേ. പക്ഷേ ശൈത്താൻ നരകത്തിലേക്ക് എത്തിക്കും നമുക്കറിയാം. പ്രൊട്ടക്ഷൻ എടുത്തിട്ടുണ്ടോ? ഇല്ല, എടുത്തിട്ടില്ല. എന്താ എടുക്കാത്തത്? അള്ളാഹ് പറഞ്ഞില്ല, അത്ര വിശ്വാസമൊന്നും നമുക്കില്ല. നബി പറഞ്ഞില്ല, ആ ചിലപ്പോൾ ഉണ്ടാവില്ല. തണുപ്പ് കൊള്ളുന്ന ആരും പറഞ്ഞണ്ട. നമുക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടത് അതിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കുകയും ചെയ്തു പാടില്ല. അതുകൊണ്ട് ശരിക്കും ചെയ്യുക. ഔദുബില്ല പഠിക്കുമ്പോൾ നമ്മൾ ഈ 2 എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് എടുത്തത്. അതുകൊണ്ട് നമ്മൾ ആ നിലക്ക് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുക. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 5 മിനിറ്റ് ചോദിക്കട്ടോ. മിണ്ടാതിരിക്കലല്ല നല്ലത്, ചോദിക്കലാണ് ഖൈർ. ഒരു മിനിറ്റ് ഇത് കേട്ടിട്ട് ഞാൻ ഇപ്പം വരെ. യെസ്, യെസ് യെസ് ഉണ്ട്. മൊയ്തിക്ക് എന്താ ചോദിച്ചേ? ഓക്കെ, ഒന്ന് ചോദിച്ചത് പിന്നെ ഫാത്തിഹ ഓതാത്ത ഒരാൾക്ക് നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. റക്അത്തില്ല, പിന്നെ നിസ്കാരം തന്നെ ഇല്ലാന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്നാലും ഒരാൾക്ക് റുക്കൂഴ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫാത്തിഹ ഓത കിട്ടില്ലല്ലോ, അപ്പോൾ റക്അത്ത് കിട്ടുമോ? പിന്നെ ഖുർആൻ എപ്പോഴും തുറന്നു വെക്കാൻ പറ്റുമോ? പിന്നെ അഴുതു തജ്വീദിൻ്റെ നിയമം അനുസരിച്ചിട്ട് ഓതണോ എന്നുള്ള 3 ചോദ്യമാണ് വന്നത്. അറിയുന്നത് അറിയുന്ന പോലെ പറയും, അറിയാത്ത അറിയില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത ക്ലാസ് പറഞ്ഞു തരും. സ്ത്രീയോട് മുമ്പ് പറഞ്ഞിരുന്നു, ഡൗട്ടുകൾ എഴുതി തരികയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച ടൈം ഉണ്ടാവുമല്ലോ, പണ്ഡിതന്മാരോടൊക്കെ ചോദിച്ച് പഠിക്കാൻ പറ്റും. അത് എനിക്കും പഠിക്കാം, നിങ്ങൾക്കും പഠിക്കാം. അതുകൊണ്ട് ആ സംശയങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പരമാവധി ദീനിൻ്റെ സംശയങ്ങൾ, പരമാവധി എന്ന് പറയുമ്പോൾ ഇനി കൊട്ട സംശയം കൊണ്ടല്ല, നമുക്ക് ഉപകാരപ്രദമായ സംശയങ്ങൾ നമ്മൾ എഴുതി തയ്യാറാക്കിയത് ഖൈറായിരിക്കും. ഒന്ന്, ഫാത്തിഹ ഓതാത്തവനിക്ക് നിസ്കാരമില്ല അല്ലേ? ശരിയാണത്. എന്നാൽ വേറെ ഹദീസ് കാണാം, പിന്നെ ആർക്കെങ്കിലും റുക്മൻ അദ്റക റുക്വ അദ്റക റക്അ, ആർക്കെങ്കിലും റുക്വ കിട്ടിയാൽ അവനിക്ക് റക്അത്ത് കിട്ടി എന്ന ഹദീസും കാണാം. ഇത് രണ്ടും സ്വഹീഹ് തന്നെയാണ്. ഫാത്തിഹ ഓതാത്തവനിക്ക് നിസ്കാരമില്ല, റക്അത്തില്ല എന്നുള്ളതും സ്വഹീഹ, റുക്വ കിട്ടിയ ഒരാൾക്ക് റക്അത്ത് കിട്ടി എന്നുള്ളതും സ്വഹീഹ. 2 ഹദീസുകളും ഇങ്ങനെ വരുമ്പോൾ അത് ചെയ്യേണ്ടത് ജംഅ ചെയ്യുക, 2 ഹദീസിനെ ഒരുമിപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ ഉത്തരം എന്താണെന്നറിയോ? പിന്നെ ഈ ഹദീസ് പറയാനൊരു കാരണമുണ്ട്, പൊതുവായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അബൂബക്കറ എന്ന് പറയുന്നൊരു സ്വഹാബി പള്ളി കയറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ റുക്വയിലായിരുന്നു. അദ്ദേഹം പള്ളിയുടെ ബാക്കിൽ പ്രവേശിക്കുക. അപ്പോൾ നബി എവിടെയായിരുന്നു? റുക്വയിലായിരുന്നു. അദ്ദേഹം ബാക്കിൽ നിന്ന് തന്നെ റുക്വ ചെയ്തു. പള്ളി കയറിയപ്പോൾ തന്നെ റുക്വ ചെയ്തു. എന്നിട്ട് നടന്ന് ഇങ്ങനെ പോയി, റുക്വയിൽ ഇങ്ങനെ നടന്നു പോയി സഫിൽ നിന്നു. നിസ്കാരം കഴിഞ്ഞപ്പോൾ റസൂൽ ചോദിച്ചു, ആരാ അങ്ങനെ ചെയ്തത്? ഞാനാ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം എന്താ നീ ഇങ്ങനെ ബാക്കിൽ തന്നെ റുക്കു ചെയ്തിട്ട് റുക്കു ആയിക്കൊണ്ട് നടന്നു വന്നത്? നബിയെ, അത് എനിക്ക് നിങ്ങളോടൊപ്പം എല്ലാ റക്അത്തും കിട്ടാനുള്ള ഒരു അമിത താല്പര്യം കൊണ്ടാ എന്ന് പറഞ്ഞു. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാദക്കല്ലാഹു ഹിർസക്, നിന്റെ ഈ താല്പര്യം അള്ളാഹ് ഇനിയും എന്ത് ചെയ്യട്ടെ? വർദ്ധിപ്പിക്കട്ടെ. അഥവാ എൻ്റെ കൂടെ എല്ലാ റക്അത്തും കിട്ടട്ടെ എന്നല്ലേ നീ വിചാരിച്ചത്? അള്ളാഹ് നിനക്ക് ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാക്കി തരട്ടെ. എന്നാൽ നബി അദ്ദേഹത്തോട് നീ ഒരു റക്അത്ത് മടക്കി നിസ്കരിച്ചോ എന്ന് എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞിട്ടില്ല. അഥവാ ഇയാൾക്ക് റുക്വയല്ലേ കിട്ടിയിട്ടുള്ളൂ, ഇദ്ദേഹത്തിന് ഫാത്തിഹ കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നീ പിന്നെ റക്അത്ത് മടക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പണ്ഡിതന്മാരെന്ത് പറയുന്നു? റുക്കൂ കിട്ടിയാലും റക്അത്ത് കിട്ടും. ഇനി വേറെ സ്വഹീഹ ഹദീസ് തന്നെ വന്നതാണ്, റുക്കൂ കിട്ടിയാൽ റക്അത്ത് കിട്ടും എന്ന് വെച്ച് നമുക്കെല്ലാവർക്കും പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുക, ഇക്കാമത്തൊക്കെ വെക്കുക, റുക്കൂവിന് വേണ്ടിയിട്ട് ഇങ്ങനെ റോഡുമ്പോൾ കത്തിക്കല്ല. ഇത് സ്വാഭാവികമായിട്ടും സംഭവിക്കലാണ്. ചിലപ്പോൾ നേരത്തെ ഇക്കാമത്ത് കൊടുത്തിരിക്കാം, ഒരു യാത്ര അങ്ങനെ സംഭവിച്ചു. അങ്ങനത്തെ ഒരാൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പതിവായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത് എന്നാണ് പണ്ഡിതന്മാരെ പറഞ്ഞത്. എന്നാൽ അതിൻ്റെ ഉത്തരം റുക്കൂ കിട്ടിയാൽ എന്ത് കിട്ടും? റക്അത്ത് കിട്ടും. പിന്നെ എന്താണ് ഈ ഫാത്തിഹേൻ്റെ വിഷയം വരും? അപ്പോൾ ഒരാൾ ഒരു റക്അത്തിൽ നിന്ന് കഴിഞ്ഞു, കൈ കെട്ടി, റക്അത്ത് കിട്ടിയിട്ടോ ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ എനിക്ക് എന്തില്ല? നിസ്കാരമില്ല, ആ റക്അത്തില്ല. ഓൻ എന്ത് ചെയ്യണം? ആ റക്അത്ത് കൂട്ടാൻ പാടില്ല എന്നതാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫാത്തിഹ പകുതി ചെല്ലുമ്പോഴത്തേക്കും കെട്ടിയ പാടൊക്കെ റുക്കൂലേക്ക് പോകുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക?
ആ നിലയിലേക്ക് പോകുക. ഇനി നേരെ റുക്കുവിലേക്ക് അങ്ങ് എത്തിപ്പോയി നോട്ടിക്കുക, അള്ളാഹു അക്ബർ കൊണ്ട് നേരെ റുക്കുവിലേക്ക് അയാൾക്ക് പോകാം. എന്നിട്ട് അങ്ങ് പിന്നെ പകുതി ചൊല്ലിയ ഒരാൾ വളരെ പെട്ടെന്ന് ഫാത്തിഹ ഓതുക. റുക്കുവിലെ സുബ്ഹാനല്ലാഹ് അതൊക്കെ ഒന്ന് സ്പീഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇഅ്തിദാലിലേക്ക് നമുക്ക് ഒന്ന് സ്പീഡിൽ ഓതിക്കഴിഞ്ഞാൽ ഇമാമിനെ ഇഅ്തിദാലോ റുക്കുവിൻ്റെ സുജൂദിൻ്റെ നമുക്ക് പിടിക്കാൻ പറ്റുന്നതാണ്. ഇനി പിന്നെ നേരെ ഈ നിലക്ക് പിന്നെ തശഹൂദ് കഴിഞ്ഞിട്ട് ഒറ്റയടിക്ക് കൈവെട്ടിട്ട് റുക്കുവിലേക്ക് പോയ ആൾ അവർക്ക് വന്നിട്ടത് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഇനിയല്ല റുക്കുവിൻ്റെ ഹുക്കുമിലേക്ക് ചേർത്ത ആളുകളുമുണ്ട്. വല്ലാഹു അഅലം. ഇൻഷാ അല്ലാഹ് അക്കാര്യം ഞാൻ എന്ത് ചെയ്യുക, അഥവാ കൈ കെട്ടലും റുക്കുവിലേക്ക് പോകലും ഒന്നിച്ചായ ഒരാൾ ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ആ ചോദ്യം ശ്രദ്ധയപ്പെടുക. അത് ഞാനൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. 2 അതത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ ചോദ്യം ജഫ്സീദിനെ ഒന്നിച്ചു വന്നില്ലേ? പിന്നെ വന്നത് ഖുർആൻ എപ്പോഴും തുറന്നു വെക്കാൻ പറ്റുമെന്ന്. അത് ശരിയല്ലാത്തൊരു കാര്യമാണ്. ഖുർആൻ നമ്മൾ എന്ത് ചെയ്യണം, അദബ് കാണിക്കണം, ബഹുമാനിക്കണം. അതിൻ്റെ പേജുകളോ അതിൻ്റെ ഖുർആനോ അലക്ഷ്യമായിട്ട് തുറന്നു വെച്ചിട്ട് ആ നിലയ്ക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തരുത്. ഏറ്റവും ലോകത്ത് ഉന്നതമായ ഗ്രന്ഥം എന്താണ്? ഈ ഖുർആൻ. അതിനെ ബഹുമാനിക്കണം. 2 നിലക്ക് ബഹുമാനമുണ്ട്. പണ്ട് നമ്മളൊക്കെ മദ്രസ പഠിക്കുമ്പോൾ നമ്മളെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നമ്മളൊക്കെ ഇപ്പോൾ അടുത്തല്ല മദ്രസ പഠിച്ചത്. പിന്നെ ഒരു ഖുർആൻ പ്രത്യേകം കവറുണ്ടായിരുന്നു, ഒരു തുണീനെ കൊണ്ട് ഇങ്ങനെ കെട്ടുന്ന ബഹുമാനം കൂടിപ്പോയി ഓറയിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരിക്കലും തുറന്നു നോക്കാതെ എപ്പോൾ ഈ ഓറയിൽ തന്നെ ഉണ്ടാക്കുക. അതൊരു വെറുക്കപ്പെട്ട ബഹുമാനമാണ്. ഖുർആൻ്റെ ബഹുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ലോണം ഓതുക, അതിൻ്റെ അർത്ഥം പഠിക്കുക, അത് ഉപയോഗപ്പെടുത്തുക. അതാണ് ആ ഖുർആനുള്ള ബഹുമാനം. നേരെ മറിച്ചിട്ട് വേറെ ബഹുമാനക്കേടാണ് അലക്ഷ്യമായിട്ട് അവിടെ ഇടുക ഇവിടെ ഇടുക ഒക്കെ. ആ നിലക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, കാണുകയും ചെയ്യരുത്, മനസ്സിലാക്കുക. പിന്നെ അഊദ് തജ്വീദിൻ്റെ നിയമപ്രകാരം ഓതണം ഇൻഷാ അല്ലാഹ്. അതും അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ കൂടെയാണ് ഈ കൈകെട്ടുന്നതും ഞാൻ ഇൻഷാ അല്ലാഹ് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഖുർആൻ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇദാ ജാഅ നസ്റുല്ലാഹ് എന്ന് നമുക്ക് ഓതാം. ഖുർആൻ ഓതുമ്പോൾ അള്ളാഹ് ഒരു നിർബന്ധം പോലെ പറഞ്ഞ കൽപ്പനയാണ് എന്ത്? ഫഇദാ ഖറഅതൽ ഖുർആൻ ഫസ്തഇദ് ബില്ലാഹ് ഓതണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ എന്തെങ്കിലും മാറ്റി ഓതുമ്പോൾ പിന്നെ ബിസ്മി മതി. സ്റ്റാർട്ടിങ്ങിലാണ് എന്ത് വേണ്ടത്? അഊദ് വേണ്ടത്. സ്റ്റാർട്ടിങ്ങിൽ അത് ഉണ്ടായിരിക്കണം. അപ്പോൾ ബിസ്മി ഓതുകയും ചെയ്യുക. എന്നാൽ ബിസ്മി ഓതുന്നു അഊദ് ഓതാതിരിക്കുന്നത് പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അഊദ് ഓതിയിരിക്കണം. നമ്മൾ പെട്ടെന്ന് നിസ്കാരത്തിൽ കയറി ചെന്നാൽ ഇമാമ് ഫാത്തിഹേൻ്റെ സൂറത്തൊക്കെ ഓതുകയായിരിക്കും. അപ്പോൾ നമ്മൾ കൈകെട്ടി കഴിഞ്ഞാൽ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിയിട്ട് അങ്ങനെയല്ല വേണ്ടത്. പെട്ടെന്ന് എന്ത് ചെയ്യണം? ഫാത്തിഹ ഓതി സ്പീഡിൽ ഓതിയിട്ട് ഇമാമിൻ്റെ ഖുർആൻ ഓത്ത് കേൾക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ ടൈം കാണണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ചോദിച്ചത് സ്ത്രീകൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ ഇതുവരെയുള്ള ചോദ്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഫാത്തിഹയെ കുറിച്ചിട്ടായിരുന്നു. ഇപ്പോൾ ചോദിച്ചത് ഇമാമിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് ഫാത്തിഹ നിർബന്ധം ഇല്ല എന്നുള്ളത് ഹനഫി മദ്ഹബിൻ്റെ അല്ലേ. പിന്നെ അതുമാത്രമല്ല, ആ മദ്ഹബിൻ്റെ പ്രകാരം പിന്നെ തക്ബീർ പോലും അറബി തന്നെ പറയണമെന്നില്ല. ഖുദാ ബഡാഹെ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ വേറെ ദിക്റുകൾ ഫാത്തിഹയ്ക്ക് പകരം സുബ്ഹാനല്ലാഹ് ചൊല്ലിയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന അഭിപ്രായങ്ങളത് ഹദീസുമായിട്ട് തീരെ യോജിക്കാത്തതാണ്. വിശിഷ്യ ഹനഫി മദ്ഹബിൽ അധികവും ഈ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചതായിരിക്കും ഓരോ നിസ്കാരങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ അല്ലേ ഖുദാ ബഡാഹെ എന്ന് പറഞ്ഞിട്ട് കൈ കെട്ടിയാൽ ഹനഫി മദ്ഹബിൽ എന്താണ്? ഓക്കെയാണ്, നിസ്കാരം സ്വഹിയാണ്. ആമീൻ പറഞ്ഞാൽ പിന്നെ പതുക്കെ പറയണേ, ഉറക്കെ പറയാൻ പാടില്ല. ഇനി എന്തോ ഒന്ന് ചെയ്താൽ നിസ്കാരം ബാത്തിലായി പോകുന്നറിയാം. എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിരുന്നു. തെക്കിയിൽ പോയിട്ട് ഖുത്ബ നടത്തിയിട്ട് ആ പള്ളീൻ്റെ മിമ്പർ കയ്യേറിയിട്ട് എന്താ മനസ്സിലാകുന്നില്ല. ഓരോരുത്തരും ഓരോരോ പ്രശ്നമാണ് പറയുന്നത്. നിങ്ങൾ വഹാബികളാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. അതിൽ കുറച്ച് ആൾക്കാർ കാരണം പറഞ്ഞത് നിങ്ങൾ നിസ്കാരത്തിൽ ഇല്ലാത്ത ചെല്ലുന്ന ആൾക്കാരാണ്. എന്താ ചോദിച്ച് നിങ്ങളെന്തിനാ ആമീൻ പറയുന്നത്? അതിനാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കി അടിക്കാൻ വന്നത്. അപ്പോൾ ഓരോരുത്തരുടെ കൺസെപ്റ്റ് അങ്ങനെയാണ്. ആ രീതിയിൽ മനസ്സിലാക്കുന്ന മദ്ഹബുകളുണ്ട്. തെറ്റാണ്. എല്ലാവരും ഫാത്തിഹ എല്ലാവരും ചൊല്ലിയിരിക്കണം. നിസ്കാരത്തിൽ നിന്ന് എല്ലാവരും എന്ത് ചെയ്യണം? ഫാത്തിഹ ഓതണം. എപ്പോഴാണ് ഫാത്തിഹ ഓതേണ്ടത് അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ സാധാരണ കാണൽ ഇമാം ഫാത്തിഹ ഓതിയിട്ട്, നമ്മുടെ നാട്ടിലത്തെ പള്ളി കാണാം ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ഇമാം ജുമഅക്കൊക്കെ ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടാക്കുന്നു അല്ലേ. അതെന്തിനാണ്? ആർക്കും ഇതിനുണ്ട്? അത് നാട്ടു നടപ്പാ. ശരിക്കും ഫാത്തിഹ ഓതണ്ടപ്പോൾ ഇമാം ഫാത്തിഹ ഓതുന്നതിൻ്റെ കൂടെ മുൻകടക്കാൻ പാടില്ല. ഇത്തിരി പിന്നിലായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫാത്തിഹ ഓതണം. ഇമാം ഖുർആൻ ഓതുമ്പോൾ ഓതിക്കഴിയുമ്പോൾ നമ്മളിങ്ങനെ സുസ്മന ശല്യം ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. മിണ്ടാതിരുന്ന് കേൾക്കണം ഖുർആൻ. ഇമാം സൂറത്ത് ഓതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
കേൾക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇവിടുന്നൊക്കെ നമ്മൾ നാട്ടിൽ ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ആളുകൾ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ഇമാം ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ എന്തൊരു ശല്യമായിരിക്കും. നമുക്ക് ആ ഫാത്തിഹ ആ ഒരു മനസ്സ് കൊടുത്ത് ഓതാൻ പറ്റുമോ? ഇല്ല, വളരെ പെട്ടെന്ന് ഓതി തീർക്കുകയാണ് ചില ആളുകളൊക്കെ. ശരിക്കും വേണ്ടത് എന്താണ്? ഇമാം ഫാത്തിഹ ഓതുമ്പോൾ അതിൻ്റെ ഇമാമിൻ്റെ ബാക്കിലായിക്കൊണ്ട് നമ്മൾ മെല്ലെ 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 എന്ത് ചെയ്യണം? ഓതണം കേട്ടോ. മനസ്സിലായില്ലേ? എന്നിട്ട് വലല്ലാലീൻ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഓടാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന പോലെ ആമീൻ പറയാൻ നിൽക്കുക. വലല്ലാലീൻ എന്ന് പറഞ്ഞാൽ ഇമാമിന് ശ്വാസം കൊടുക്കാൻ നേരം ഉണ്ടാവില്ല, ഇവിടെ ആമീൻ കഴിഞ്ഞിട്ടുണ്ടാവും. അല്ല, എപ്പോഴാണ് ആമീൻ പറയേണ്ടത്? ഇമാം ആമീൻ പറയുമ്പോൾ നമ്മളും ആമീൻ പറയാം. അങ്ങനെയാകുമ്പോൾ മലക്കുകളും നമ്മളോട് എന്ത് ചെയ്യും? ആമീൻ പറയും. അതിന് നമുക്ക് കിട്ടണം. നാട്ടിൽ തീരെ കിട്ടൂല. നാട്ടിൽ ഇതിലെ ചില പള്ളികളൊക്കെ കാണും ഇതിനായിട്ട് കുറെ ടീം ഇങ്ങനെ പട്ടാളക്കാരെ പോലെ നിൽക്കുന്നത് ആമീൻ പറയാൻ. അപ്പോൾ നമ്മൾ ആ നിലക്കും മനസ്സിലാക്കുക. സലാംക്ക് എന്തോ ചോദിക്കാൻ വേണ്ടി നോക്കിയെന്നല്ലോ. പിന്നെ അഊദ് വ്യത്യസ്ത രീതിയിൽ ഓതാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്നൊക്കെ വന്നിട്ടുണ്ട്. അത് നിസ്കാരത്തിൻ്റെ ഉള്ളിലും പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കണം. സാധാരണ രീതിയിൽ പിന്നെ അഊദു ബില്ലാഹി സമീഉൽ അലീം എന്ന നിലക്ക് പറ്റും കേട്ടോ. സാധാരണ ഇത് നമുക്ക് ഓതാം, പിന്നെ പ്രസംഗത്തിൽ ഓതാം, ഒക്കെ ഓതാം. അതുപോലത്തെ നിസ്കാരത്തിൽ പറ്റും എന്ന് പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ വചനം ഞാൻ കണ്ണുകൊണ്ട് കാണാത്തത് കൊണ്ടാണ് ഒരു ഉത്തരമായിട്ട് ഞാൻ എന്ത് ചെയ്യാത്തത്, ഈ സദസ്സിൽ പറയാത്തത്. അതന്നെ, അത് അഊദുവിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ, 7 ഖിറാഅത്തിലുള്ള രൂപങ്ങൾ. ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്വാഭാവികമായിട്ടും പഠിക്കുന്നത്. നമ്മളങ്ങനെ എന്ത് ചെയ്യുക, പഠിക്കുക. ഇപ്പം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, സൂറത്തിൽ ഫാത്തിഹ എടുത്തപ്പോൾ തന്നെ നമുക്ക് അള്ളാൻ്റെ ദീനിൽ എത്ര അറിവ് കുറവുണ്ട്, ഞാൻ എത്ര പഠിക്കണം, എനിക്ക് എത്ര വയസ്സായി, അനുവദിച്ച ആയുസിൻ്റെ പകുതിയും മുക്കാലും കഴിഞ്ഞ് ഇനി കിട്ടുന്ന ബോണസാ, എന്നിട്ട് എന്ത് ചെയ്തിട്ടില്ല, സൂറത്തിൽ ഫാത്തിഹ എന്തിട്ടില്ല. അതിൻ്റെ ഒന്നാമത്തെ ആയത്ത് രണ്ടാമത്തെ ആയത്ത് നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മളോടാണ് നിന്റെ ഇമാം ആരാന്ന് ചോദിക്കുമ്പോൾ ഖുർആനാന്ന് ഖബറിൽ പറയാൻ പോകുന്ന ആൾക്കാരാണ് നമ്മളെ കോലോ. നമ്മുടെ ഇൽമത്ര നമ്മൾ എന്ത്, അതുകൊണ്ട് കൂടുതലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പഠിക്കുക. അതിനാണ് ഏതോ ഒരു മനുഷ്യൻ്റെ തലയിലുദിച്ച ബുദ്ധിയായിരിക്കും ഈ ഖുർആൻ്റെ അമാനികളുടെ പരിഭാഷ ഇങ്ങനെ പാർട്ടുകളാക്കിയിട്ട് ലേണ്ടി ഖുർആൻ സംഘടിപ്പിക്കുക. റിയാദ് ഇസ്ലാഹി സെൻറ്ററിൽ മാത്രം ഒതുങ്ങിയ ഒരു പ്രോഗ്രാം ഇന്ന് സൗദി അറേബ്യ എല്ലായിടെ എത്തി. നാട്ടിലും ഇത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പത്തനാപുരത്ത്, ഈ കൊല്ലം ജില്ലയിലൊക്കെ ഇത് പഠിപ്പിക്കുന്നു. അവിടെയൊക്കെ ഇത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ നോക്കി നോക്കി, അപ്പോൾ ആ മനുഷ്യന് കിട്ടുന്ന കൂലി എത്രയായിരിക്കും അല്ലേ? അല്ലാഹു തആല നമ്മുടെ സൽപ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ.